നമസ്തേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ഓണക്കാല പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. ഞാൻ എം കെ വിനോദ്. ഓണ ആഘോഷങ്ങൾ എല്ലായിടത്തു നിന്നും തുടങ്ങുകയായി. ഓരോ അമ്പലങ്ങളിലും ഇതിൻ്റെ എന്താ പറയുക, എല്ലാവരും ദർശനം നടത്തുന്ന ദിവസങ്ങൾ അടുപ്പിച്ച് അവധി ദിവസങ്ങൾ ആണ് ഇനി വരാൻ പോകുന്നത്. ആഘോഷ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഓഫീസിലും ഇന്ന് ഓണാഘോഷം. ഇന്ന് നമ്മുടെ ഓഫീസിൽ ഓണാഘോഷമുണ്ട്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ അതൊക്കെ ഇന്ന് അടയ്ക്കുകയാണ്. അപ്പൊ അവിടൊക്കെ ഇന്ന് ചെന്നാൽ ഗംഭീരമായ ഓണാഘോഷങ്ങളാണ് നടക്കുന്നത്. ഊഞ്ഞാല് കെട്ടിയ ക്യാമ്പസുകൾ വരെ നമുക്ക് കാണാൻ കഴിയും. സ്കൂളുകളിലും ഒക്കെ വലിയ ആഘോഷമാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, അവിടങ്ങളിലൊക്കെ നല്ല ഓണാഘോഷമാണ് നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൂട്ടായ്മയുടെ സമയമാണ് ഓണം. അത് കുടുംബാംഗങ്ങൾ തമ്മിലാവട്ടെ, സുഹൃത്തുക്കൾ തമ്മിലാവട്ടെ, ഈ ഒരു സമയത്താണ് വലിയ കൂട്ടായ്മകൾ നമ്മൾ. എനിക്ക് തോന്നുന്നു ഓണാഘോഷം ഇല്ലാതെ പോകുന്നത് വയനാട് ജില്ല, വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, അവർക്ക് ഓണാഘോഷമില്ല. അവരെ കൂടി നമുക്ക് ചേർത്ത് പിടിക്കണം, അവരെ കൂടി നമുക്ക് സന്തോഷത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആർക്കൊക്കെ ഓണാഘോഷം ഇല്ല അവരെയൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാം. ആരൊക്കെ എവിടെയൊക്കെ ആഘോഷിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ചുറ്റും ആഘോഷിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊരു പുത്തൻ കാലത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. സമത്വസുന്ദരമായ ഒരു കാലം തന്നെയാണല്ലോ. മാവേലി പറഞ്ഞതും അങ്ങനെയാണല്ലോ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മ കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ ഒക്കെ ഒരു ആഘോഷമാണ്. അതിലേക്ക് നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഓക്കെ, നമ്മുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, പ്രകാശം മേൽക്കുട്ടിയൊക്കെ ചോദിക്കുന്നു, ഞങ്ങളും വരട്ടെ വീണാജി. ജനം പ്രേക്ഷകർക്കും സ്വാഗതം ഓണാഘോഷങ്ങളിലേക്ക്. അവർക്കൂടുള്ള പായസം നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. വാർത്താ വിഭവങ്ങളും ഒട്ടും കുറവല്ല കേട്ടോ. ഓണക്കാലമാണെന്ന് കരുതി വാർത്തകൾക്കൊരു കുറവുമില്ല. ശരി, പ്രധാന വാർത്തയോടുകൂടി നമുക്ക് തുടങ്ങാം. ADGPയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഘടകകക്ഷികൾ നേതാക്കൾക്ക് അതൃപ്തി. അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ എന്തിന് കാത്തിരിക്കണമെന്ന് ചോദ്യം. സംരക്ഷണം അധികം തുടർന്നാൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ സാധ്യത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി സർക്കാർ. നീക്കം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. കേസുകൾ അന്വേഷിക്കുന്ന SITയുടെ നിർണായക യോഗം ഇന്ന് 10:30 പോലീസ് ആസ്ഥാനത്ത്. കണ്ണീരോർമ്മയായി വയനാട്ടിലെ ജൻസൺ. അപകടത്തിൽ പൊലിഞ്ഞ ജൻസന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് ആണ്ടൂരിൽ. തനിച്ചായ ശ്രുതിയുടെ സംഘടനത്തിനൊപ്പം ചേർന്ന് മലയാളികൾ. ഓണത്തിനും KSRTC ജീവനക്കാരെ പട്ടിണിക്കിട്ട് സർക്കാർ. ശമ്പളവും ബോണസും വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തം. ചീഫ് ഓഫീസിന് മുന്നിൽ സമരവും സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തും. സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് തലസ്ഥാനത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, പഞ്ചാബ് സംസ്ഥാനങ്ങൾ പങ്കെടുക്കും. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകും. ആലപ്പുഴ കലവൂരിലെ സുഭദ്ര കൊലക്കേസിൽ പ്രതികൾക്കായി വ്യാപക തെരച്ചിൽ. മാത്യൂസും ശർമ്മളിയും ഉടുപ്പിയിലെന്ന് സംശയം. വയോധികയെ കൊന്നത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും. ഓണക്കളം കളറാക്കാൻ വെറൈറ്റികളുമായി പൂവിപണി. തൊവാളയിൽ നിന്നും ദിനം പ്രതി സംസ്ഥാനത്ത് എത്തുന്നത് 40 മുതൽ 50 കോടി രൂപയുടെ പൂക്കൾ. வயநாடு பிரச்சனைனால அவங்க ஓணம் கொண்டாடலாம்னு கேரளாவில் சொன்னனால கொஞ்சம் மக்கள் வரத்து கொஞ்சம் கம்மியாக இருக்குது. மக்கள் வந்தால் நம்ம கொஞ்சம் வியாபாரம் இருக்கும், வியாபாரிகளுக்கு கொஞ்சம் நல்லா இருக்கும். வயநாடு இருக்கிற காலேஜ் எதுவுமே ஃபங்க்ஷன் ஓணம் பண்டிகை எடுக்கிறதுனால அவங்க கூட்டம் கொஞ்சம் குறையும். ஸ்டூடெண்ட் கூட்டம் கம்மியாக தான் இருக்குது. பரவாயில்ல, இன்னைக்கு கொஞ்சம் சுமாராக ஓடும். ഓണക്കാലമായതോടെ തമിഴ്നാടിനും നല്ല വിപണിയാണ്. ശരിയാണ്, പക്ഷെ ഇത്തവണ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു വിനോദ് എനിക്ക്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ചെറിയ 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 ഇടങ്ങൾ, അതായത് ഒരു സ്ക്വയർ മീറ്റർ കിട്ടിയാൽ പോലും അവിടെയും എന്തെങ്കിലും പൂക്കൾ വളർത്താൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഇത്തവണ കൂടുതലാണ്. നമ്മൾ ഈ വാർത്തകൾ ശ്രദ്ധിച്ചാൽ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, അവിടെയൊക്കെ ചെറിയ പൂന്തോട്ടം. അത് പക്ഷേ നല്ലൊരു ട്രെൻഡാണല്ലേ. നമ്മൾ മലയാളികൾ ഇതെല്ലാം കൈയും കെട്ടി ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നിടത്തു നിന്നൊക്കെ മാറി പോലീസ് സ്റ്റേഷനിൽ വരെ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നമ്മൾ കണ്ടതാണ്. ഓക്കെ, ഏതായാലും നല്ലതാണ്. ഓക്കെ, ഇനി വാർത്തകളുടെ വിശദാംശങ്ങൾ നോക്കി നമുക്ക് പോവുകയാണെങ്കിൽ ഓണവിശേഷങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ വരും. തോവാളയിൽ നിന്നൊക്കെ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വരാം. തിരുവോണത്തോണി നിന്ന് പുറപ്പെടുന്നുണ്ട്, അതിലേക്കൊക്കെ വരേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഈ രാഹുലിന് ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള
ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ച് ഒരു നേതാവ് ആക്കി, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാക്കി കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. പക്ഷെ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ഏത് നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് ആശങ്ക തുറന്നാൽ വലിയ വിവാദമായി വരികയാണ്. കാരണം നമുക്ക് ഈ ഖലിസ്ഥാൻ വാദികളായി നിൽക്കുന്നവരെ പോലും അവരോട് പോയി സംസാരിക്കുന്നു, അവർക്കൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ അതിശയമാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാബിനറ്റ് റാങ്കാണ്. പ്രധാനമന്ത്രി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രാധാന്യമുള്ള പദവികളാണ്. അപ്പോൾ ആ പദവിയിൽ ഇരിക്കുന്നവർ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ താൻ എന്താണ് കാണിക്കുന്നതെന്ന് സ്വയം തോന്നണ്ടേ? അത് തോന്നാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വളരെ വിഷമകരമായ കാര്യങ്ങളാണ്. കോൺഗ്രസ് പാർട്ടി ഇതിന് ഔദ്യോഗികമായ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. നമുക്ക് ആ ഒരു വാർത്തയുടെ അപ്ഡേറ്റ്സിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഇൽഹാൻ ഉമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായിരിക്കുകയാണ്. 3 ദിവസത്തെ പര്യടനത്തിനായി US-ലെത്തിയ രാഹുൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും US കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഉമറിനെ കണ്ടതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് BJP വാദിക്കുന്നത്. അമേരിക്കയിലെത്തിയ രാഹുൽ ഭാരതത്തെ ഇകഴ്ത്തുകയും ചൈനയെ പുകഴ്ത്തുകയും ചെയ്ത സംഭവവും സിഖ് വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. നമുക്ക് നന്ദഗോപനിൽ നിന്ന് തുടങ്ങാം. ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, നമസ്തേ. രാഹുലിൻ്റെ ദേശവിരുദ്ധ പരാമർശങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദേശവിരുദ്ധ ശക്തികളുമായി ചേർന്നുള്ള ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കലുകൾ ഒക്കെയും ഒരുമിക്കലുകൾ എന്ന് തോന്നുന്ന തരത്തിലേക്ക് രാജ്യത്തിനാകെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ്. എന്ത് പ്രതികരണമാണ് രാജ്യത്ത് നിന്ന് ആകെ വന്നുകൊണ്ടിരിക്കുന്നത്? നമസ്തേ. ഈ രാഹുൽ 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അമേരിക്കയിൽ പോയത്. ഈ 3 ദിവസവും ഓരോ പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം വിവാദം സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും ഇപ്പോൾ ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇൽഹാൻ ഒമർ അവർ സൊമാലിയയിൽ നിന്നും കുടിയേറിയ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള വ്യക്തിയാണ്. അവർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗമാണ്, US കോൺഗ്രസിൽ അംഗമാണ്. ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ച വിവാദമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഭാരതത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇൽഹാന. ഈ പാക് ഒപ്പിക്കേട് കാശ്മീർ അവർ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം ബഹിഷ്കരിച്ച വ്യക്തിയാണ്. പലപ്പോഴും ഭാരതത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ഈ ഖാലിസ്ഥാൻ സംഭവവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഖാലിസ്ഥാന് അനുകൂലമായ നിലപാടെടുക്കുകയും ഭാരതത്തിന് പ്രതികൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇൽഹാന. ആ ഇൽഹാനയുമായാണ് രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങളുണ്ട്. വിഘടനവാദം അല്ലെങ്കിൽ ഭാരതത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഇപ്പോൾ ഈ ഇത്തരം തീവ്ര ഇസ്ലാമിക നിലപാടുള്ള വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഇത്തരം വിഘടനവാദത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. മാത്രമല്ല ഈ ഖാലിസ്ഥാൻ വിഷയത്തിൽ പലപ്പോഴും അമേരിക്കയുമായി ചേർന്ന് കാനഡയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇൽഹാനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ അജ്ഞാതരാൽ ആക്രമിക്കപ്പെടുമ്പോൾ അതെല്ലാം ഭാരതത്തിന് മേൽ പഴിചാരുവാൻ വേണ്ടി ഇൽഹാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പലപ്പോഴും ഭാരതത്തോട് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ഇൽഹാന സ്വീകരിക്കുന്നത്. അതേ വ്യക്തിയായാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ അതേ വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ ഭാരതത്തിൽ വലിയ വിവാദമായിരിക്കുന്നു. എന്താണ് ആ കൂടിക്കാഴ്ചയുടെ അർത്ഥം, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച കൊണ്ട് രാഹുൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. ഭാരതത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം കൂടിയാണോ രാഹുലിൻ്റെ യാത്ര എന്നുള്ള ചോദ്യവും BJP ഉന്നയിക്കുന്നു. നമുക്കറിയാം ഈ 3 ദിവസം രാഹുൽ 3 ദിവസത്തെ സന്ദർശനത്തെപ്പോൾ ആദ്യ ദിവസം തന്നെ ഭാരതത്തെ ഇകഴ്ത്തുകയും ചൈനയെ പുകഴ്ത്തുകയും ചെയ്യുന്ന നിലപാടായിരുന്നു രാഹുൽ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഭാരതം വലിയ കുതിച്ചുചാട്ടം സമസ്ത മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തെ അവിടെ ഇകഴ്ത്തി, മറിച്ച് അവിടെ ചൈനയുടെ സാമ്പത്തിക ശേഷിയടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രസ്താവന നടത്തിയത്. യാഥാർത്ഥ്യങ്ങൾ രാഹുലിന് മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ വൈരം മുൻനിർത്തിക്കൊണ്ട് ഭാരതത്തെ ഇകഴ്ത്തുവാൻ വേണ്ടി രാഹുൽ നടത്തിയ ശ്രമം വലിയ പ്രതിഷേധമായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു പരിപാടിയിൽ സിഖ് മതസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് തലപ്പാവും ഘടയും ധരിച്ചുകൊണ്ട് ഗുരുദ്വാരകളിലേക്ക് പോകാൻ സിഖ് മതസ്ഥർക്ക് വലിയ പോരാട്ടം ആവശ്യമാണെന്നായിരുന്നു രാഹുലിൻ്റെ പ്രസ്താവന. ഈ സിഖ് മതസ്ഥർക്ക് മാത്രമല്ല മറ്റു മതവിശ്വാസികളും വലിയ പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് കിടക്കുകയാണെന്നും രാഹുൽ സൂചിപ്പിച്ചു. ഇതിനെതിരെ ഇന്നലെ രാഹുലിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വലിയ പ്രതിഷേധമാണ് സിഖ് മതസ്ഥർ കാഴ്ചവെച്ചത്. രാഹുൽ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. 100 കണക്കിന് സിഖ് മതവിശ്വാസികളാണ് ഇന്നലെ രാഹുലിൻ്റെയും സോണിയയുടെയും ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. വലിയ പ്രതിഷേധത്തിന് വേദിയാകുകയായിരുന്നു ഇന്നലെ
ഇന്നലെ ന്യൂഡൽഹി. മാത്രമല്ല ഈ വരും ദിവസങ്ങളിലും ഈ സിഖ് മതസ്ഥരുടെ പ്രതിഷേധങ്ങൾ കാണാൻ പോവുകയാണ്. അവർ അവിടെ ഈ പ്രതിഷേധത്തിനിടയിൽ ഉയർത്തിയ വാദങ്ങൾ, പ്ലക്കാർഡുകളൊക്കെ തന്നെ വലിയ ശ്രദ്ധേയമായിരുന്നു. 1986 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, പിന്നീടുണ്ടായ സിഖ് വിരുദ്ധ കലാപങ്ങൾ, അതിലേതാണ്ട് 3000-ലധികം സിഖ് വംശജരാണ് കൊല്ലപ്പെട്ടത്. അതിന് കാരണക്കാരായത് കോൺഗ്രസ്സുകാരാണ്, അന്നത്തെ ഭരണത്തിന് നേതൃത്വം നൽകിയവരാണ്. അന്ന് രാഹുൽ ഗാന്ധി അടക്കം മൗനം പാലിച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് രാഹുൽ സിഖ് വംശജർക്ക് ഭാരതത്തിൽ ഗുരുദ്വാരകളിലേക്ക് പോകുവാൻ പ്രത്യേക പോരാട്ടം ആവശ്യമാണെന്നുള്ള പ്രസ്താവന നടത്തിയത്. സ്വാഭാവികമായും അത് സിഖ് മതസ്ഥരെ വലിയ രീതിയിൽ അവർക്ക് വേദനയുണ്ടാക്കി. ഇതിനെല്ലാം ഉപരി ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള വളമായി, ഊർജ്ജമായി രാഹുലിൻ്റെ വാക്കുകൾ മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സിഖ് മതസ്ഥർ, അവർ ഖാലിസ്ഥാൻവാദികൾ, അവർ ഈ ഒരു പ്രത്യേക മാതൃരാജ്യം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഊർജ്ജം പകരുകയായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ. പ്രത്യേകിച്ച് ഇന്നലെ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് രാഹുലിൻ്റെ പ്രസ്താവനകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. രാഹുലിൻ്റെ പ്രസ്താവനകൾ ഊർജ്ജം നൽകുന്നതാണെന്നും പഞ്ചാബിൽ ഹിതപരിശോധന എന്ന സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ ആവശ്യങ്ങളെ ന്യായീകരിക്കുന്നതാണ് രാഹുലിൻ്റെ വാക്കുകളെന്നുമായിരുന്നു സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് പന്നുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, രാഹുലിന് സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തൻ്റെ വാക്കുകൾ കുറിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഡെമോക്രാറ്റിക് നേതാവും അതേപോലെ തന്നെ US കോൺഗ്രസിൽ അംഗവുമായിട്ടുള്ള വ്യക്തിയെ രാഹുൽ കണ്ടത്, അതും തീവ്ര ഇസ്ലാമിക നിലപാടുകൾ വെച്ച് പുലർത്തുന്ന വ്യക്തി, ഭാരതത്തോട് പലപ്പോഴും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന വ്യക്തിയുമായാണ് രാഹുൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വലിയ വിവാദങ്ങൾ, അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറുകളിൽ ഉയരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. നന്ദഗോപൻ രാവിലെ തന്നെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അത് പറയാതിരിക്കാനും ആവില്ല, ഇത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. നന്ദഗോപൻ, ഒരു കാര്യം കൂടി, ഡൽഹിയിൽ എങ്ങനെയുണ്ട് ഓണം? ഓണമൊക്കെ വന്നു തുടങ്ങി, അവിടെ മലയാളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെയുണ്ട് ഡൽഹിയിലെ ഓണം? എത്തറ്റമായി നന്ദഗോപൻ? ഓണാഘോഷങ്ങൾക്ക് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചു. പ്രത്യേകിച്ച് ഡൽഹിയിൽ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സമഗ്രമായ ഓണപരിപാടികളാണ് കാഴ്ചവെക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലായിട്ട് സ്വാഭാവികമായും നമുക്കറിയാം പല ദേശങ്ങളിൽ നിന്നും ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ തൊഴിലിന് വേണ്ടി ഡൽഹിയിൽ എത്തപ്പെട്ടവരാണ്. അവർക്ക് ഒന്നിക്കാൻ കഴിയുന്നത് അവധി ദിവസങ്ങളാണ്. സ്വാഭാവികമായും ശനി ഞായർ ദിവസം, ഉത്രാടം, തിരുവോണം ദിവസങ്ങളിലായിരിക്കും കൂടുതൽ ആഘോഷങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുക. അതിന് മുന്നോടിയായിട്ട് പലയിടങ്ങളിൽ പല സംഘടനകൾ, പ്രത്യേകിച്ച് ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പൂക്കളങ്ങൾ, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തവണ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഡൽഹി NCRൽ വലിയ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ ഒരു പാരമ്പര്യവും പൈതൃകവും ഒക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിലേക്ക് ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഓണ ആഘോഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക, മാത്രമല്ല ഓണാഘോഷങ്ങൾ പാരമ്പര്യവും പൈതൃകവുമായ രീതിയിൽ ആഘോഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഇത്തവണ ബാലഗോകുലം പ്രത്യേക കുട്ടികൾക്ക്, ബാലഗോകുലത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ആ കുടുംബാംഗങ്ങൾക്കും പ്രത്യേക നിർദ്ദേശപ്രകാരം ആ ആചാരപരമായ ചടങ്ങുകളോടുകൂടിയാകും ഇത്തവണ ഈ ബാലഗോകുലത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ വീട്ടിലൊക്കെ തന്നെ ഓണം ആഘോഷിക്കാനെത്തുന്നത്. മാത്രമല്ല ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ഓണാഘോഷങ്ങൾ നടക്കുകയാണ്. ഇന്നും നാളെയും ഒക്കെ തന്നെ നാളെ തോടുകൂടി അവധി ആരംഭിക്കുകയാണ്. ശനി ഞായറും സാധാരണ മന്ത്രാലയങ്ങൾ അവധിയാണ്. അങ്ങനെ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ ഓഫീസുകളിൽ ചെറിയ രീതിയിൽ ഇന്ന് ഓണം ആഘോഷിക്കാൻ കേരളത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലും അതേപോലെ അവിടുത്തെ ഓഫീസുകളിലും ഒക്കെ ഓണാഘോഷം ഇന്നാണ്, അല്ലേ? ശരി നന്ദന് PRP കുറുപ്പുജി അടക്കം നമസ്തേ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം നമ്മളിപ്പോൾ സംസാരിച്ച വിഷയത്തിൽ എങ്ങനെ രാജ്യം ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ അവിടുത്തെ എതിരായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഓണത്തിന്റെ കാര്യം കൂടി പറയണം. ഓണത്തെ പറ്റി നിരവധി കമന്റുകൾ വരുന്നുണ്ട്. നമ്മുടെ ഓണാഘോഷം കാണിക്കണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നാടൻ കലകളും പുരോഗമിക്കുന്ന അന്യം നിന്ന കലകളും ഒക്കെ കാണിക്കണം എന്ന് PRP കുറിപ്പടക്കമുള്ള കുറെ ആളുകൾ നമ്മുടെ പ്രോഗ്രാമുകളുടെ ഓണം പ്രത്യേക പരിപാടികളുടെ ചെറിയ ചെറിയ ടീസറുകൾ ഇന്നു മുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലെന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ കളറായ വർണ്ണശബളമായ ജനത്തിനോടൊപ്പം നമുക്കിവിടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ നാടൊന്നാകെ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നു, തയ്യാറെടുക്കുന്നു എന്നുകൂടി നമുക്ക് നോക്കാം, അല്ലേ? പൊന്നോണം വരവായി. ഓണം എന്ന
കേട്ടാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് അത്തപ്പൂക്കളമാണ്. ഇന്ന് പൂക്കളം ഒരുക്കാൻ അന്യ സംസ്ഥാനങ്ങളെയാണ് നാം പ്രധാനമായി ആശ്രയിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള തെക്കൻ കേരളത്തിൽ പ്രധാനമായും പൂക്കൾ എത്തുന്നത് കന്യാകുമാരി ജില്ലയിലെ തോവാളയിൽ നിന്നാണ്. മലയാളികളുടെ പൂക്കുടയായ തോവാളയുടെ വിശേഷങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, തോവാളത്ത് നിന്ന് എന്താ പ്രശാന്തേ അങ്ങനെ പൂവിൻ്റെ വളരെ വ്യത്യസ്തമാർന്ന പൂവിൻ്റെ മനോഹരമായ പുഷ്പങ്ങളുടെ നടുക്കാണോ നിൽക്കുന്നത് പ്രശാന്ത്? ഗുഡ് മോർണിംഗ് വിനോദ്, അതുപോലെ തന്നെ വീണ. ഞാനിവിടെ നിൽക്കുന്നത് തോവാളയിലാണ്. നമുക്കറിയാം തോവാള എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അങ്ങനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വേണ്ടാത്തൊരു സ്ഥലമാണ്. മലയാളിയുടെ പൂക്കൂട എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമുക്ക് പട്ടാമ്പി നെല്ലറയാണെങ്കിൽ മലയാളിയുടെ പൂക്കൂട അത് ഈ തോവാളയാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഓണക്കാലമായാൽ ഇവിടേക്ക് പൂവുകളുടെ ഒഴുക്കാണ്. ഈ തോവാളയെ പറ്റി പറയുകയാണെങ്കിൽ തോവാള ഒരു വലിയ മാർക്കറ്റാണ്. കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിന് സമീപത്തെ ഒരു വലിയ മാർക്കറ്റാണ് ഈ തോവാള എന്ന് പറയുന്ന സ്ഥലം. നിരവധി ചെറുകിട കേന്ദ്രങ്ങളും അതുപോലെ തന്നെ കൂട്ടമായി പൂവുകൾ വിൽക്കുന്ന കച്ചവടക്കാരുമെല്ലാം അടങ്ങിയ ഒരു വലിയ സ്ഥലം, അതാണ് ഈ തോവാള എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. പല നിറത്തിലും വർണ്ണങ്ങളിലുമുള്ള പൂവുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ മലയാളിയുടെ മുറ്റത്തേക്ക് അത്തപ്പൂക്കളം വിരിയുമ്പോൾ അത് തോവാളയിൽ നിന്നുള്ള പൂവുകളാണ് കൂടുതലായി എത്തുന്നത് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. വലിയ മാർക്കറ്റ്, അതുപോലെ തന്നെ കേരളത്തിലെ നമുക്ക് തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പൂവുകൾ എത്തുന്നത് ഇവിടെ നിന്നാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇത് സ്ഥിരമായി വിവിധ കടകളിലെല്ലാം വിവിധ പൂവുകൾ വിൽക്കുന്ന കടകളിലേക്കെല്ലാം ദിവസേന പൂവുകൾ എത്തുന്നതും ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഈ സീസൺ എന്ന് പറയുന്നതാണ് ഓണക്കാലം. മലയാളിയുടെ ഓണക്കാലമാണ് തോവാളയിലെ കർഷകർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും ഒരുപോലെ സീസണായി പറയുന്നത്. വലിയ ഒരു വിൽപ്പന നടക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. നമുക്കറിയാം കൊറോണ കാലങ്ങൾ കഴിഞ്ഞുള്ള സങ്കടങ്ങളെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരുന്ന ഓണമാണ്. ആ ഓണക്കാലത്ത് വലിയ ഒരു വിൽപ്പന നടക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് ഓണമില്ല എന്നൊരു അവസ്ഥയുണ്ട്. ഈ വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഓണം നമ്മൾ വിപുലമായിട്ട് ആചരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നതിൻ്റെ ഒരു കുറവും ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. പെരിയവരെ വണക്കം. எப்படி இருக்கு இப்போ இந்த கடையில எல்லாம் வியாபாரம் கொஞ்சம் சும்மா நியாயமாக வருது. இன்னும் நாளைக்கு நல்ல வியாபாரம் இருக்கும். இன்னைக்கு இருக்கும்போது கூட்டமாக எதுவும் காணவே இல்லையே? நாளைக்கு தான் கூட்டம். நாளை ராவிலே நல்ல கூட்டம் இருக்கும். நாளை கழிச்சு ராவிலையும் கூட்டம் இருக்கும். நமக்கு 10 நாள் தான் ஓணம் வருது. அத்தம் இருந்து 10 நாள் தான். அப்போ வர வியாபாரம் இருக்கும் சனிக்கிழமை. இப்போ நாளையும் நாளைக்கு எல்லாம் വലിയ கூட்டமாக இருக்கும். വലിയ கூட்டம் இருக்கும். அது இப்போ அங்கே ஒரு மலைச்சரிவினால கொஞ்சம் கூட்டம் கம்மியாக இருக்குது. இல்லாட்டா கூட்டம் இன்னும் நிறைய வரும். ஆனாலும் வியாபாரம் எப்படி இருக்கு? வியாபாரம் சுமாராக இருக்குது. இன்னும் நாளைக்கு கொஞ்சம் நல்லா இருக்கும். വിനോദ്, അതുതന്നെയാണ്. നാളെയും മറ്റന്നാളുമാണ് കച്ചവടം ഏറ്റവും അധികമായി നടക്കുന്നത്. ഇപ്പോൾ ആളുകളൊരു കൂട്ടം കുറവാണെങ്കിലും 2 ദിവസം കഴിയുമ്പോൾ, അത് നാളെയും മറ്റന്നാളും, നാളെ ഈ സമയമൊന്നും ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അത്രയും ജനത്തിരക്കാണ് ഇവിടേക്ക് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അത്തപ്പൂക്കളം ഇടുന്ന ചില കോളേജുകളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള സംഘടനകളും എല്ലാം ഉണ്ട്. അവരെല്ലാം ഈ തോവാളയിലേക്ക് എത്തും. ഒരു 3 മണിയാകുമ്പോൾ മാർക്കറ്റ് ഉണർന്നു തുടങ്ങും. വെളുപ്പിന് 3 മണിയാകുമ്പോഴേക്കും മാർക്കറ്റ് ഉണർന്നു തുടങ്ങും. അപ്പോൾ തന്നെ മലയാളികളടക്കം നാട്ടിൽ നിന്ന് ഇവിടേക്ക് നേരിട്ട് എത്തി ഈ പൂവുകൾ വാങ്ങിക്കൊണ്ട് പോകാനുള്ള ഒരു സംഘങ്ങളും എത്താറുണ്ട്. എന്നാൽ ഇത്തവണ അത് വളരെ കുറവാണെന്നാണ് ഇവർ ഈ വിൽപ്പന നടത്തുന്നവരെല്ലാം പറയുന്നത്. അതായത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വയനാട് ദുരന്തമാണ്. ആ വയനാട് ദുരന്തം ഇവിടുത്തെ കച്ചവടക്കാരെയും ബാധിച്ചു എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതായത് ചെണ്ടുമല്ലി മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊഴുന്ത്, അതുപോലെ തന്നെ താമര, ചെന്താമര, അതുപോലെ തന്നെ അരുളി, അങ്ങനെ വിവിധ നിറത്തിലും വർണ്ണങ്ങളിലുമെല്ലാം ഉള്ള പൂവുകൾ ഇവിടെ നിന്ന് ലഭിക്കും. നേരിട്ട് വാങ്ങുന്നത് കൊണ്ട് തന്നെ വിലയിലൊരു കുറവുണ്ടാകും. വിലക്കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ നേരിട്ട് ഇവിടേക്ക് എത്തുകയും ഇതെല്ലാം വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടേക്ക് പോകുന്നത്. ഇങ്ങനെ തുളസി അടക്കമുള്ള എല്ലാം ഇവരിങ്ങനെ കൂട്ടിൽ ഇട്ട് വിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണാൻ. അമ്മ வணக்கம். அம்மா வணக்கம். எப்படி வியாபாரம் எப்படி போறோமா? எங்களுக்கு வியாபாரம் துளசி ஓணத்துக்கு எடுக்க மாட்டாங்க. கோயிலுக்கு விசேஷம் மட்டும்தான் எடுப்பாங்க. மற்ற போலாம் போயிட்டு இருக்கு.
மட்டும் எல்லாம் போட்டுருக்கீங்க. வேற பூலாம் நல்லா கொஞ்சம் இப்போ நிறைய கூட்டம் எதுவும் காணவே இல்லை. குறைவாக தான் வருது, ரொம்ப பேர் வரல. எப்பவும் போல அவ்வளோ ஓணத்துக்குள்ள கூட்டம்னு வரல, குறைவு தான். சரி. അത് തന്നെയാണ് നമുക്ക് പഴയ കാലത്ത് ഈ ഉത്സവ പറമ്പുകളിലൊക്കെ തെക്കൻകാരിടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ കണ്ടിരിക്കുന്ന ഈ കൊഴുന്ത് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അതുപോലെ ഇത്തരത്തിൽ ചെടികളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ താമരപ്പൂവുകളും ഇവിടേക്ക് വെക്കും. താമരയ്ക്കെല്ലാം நிறைய ആൾക്കാർ இருக்காங்க. താമര വാങ്ങുறதுக்கு ആള് കൂട്ടം വരാங்க. கூட்டம் வரும் கூட்டங்கள்லாம் வரும். இது 3 ரூபா ஒரு பூக்கு 3 ரூபா. ஒரு பூக்கு 3 ரூபா. ஒரு கிலோக்கு எவ்வளவு கொடுக்குவாங்க? ஒரு கிலோ வந்து எத்தனை பூ நிற்குன்னு தெரியல. പ്രശാന്ത് നന്നായി തമിഴ് പറയുന്നുണ്ട് കേട്ടോ. പ്രശാന്ത് നമുക്ക് പ്രശാന്തിനെ വേണമെങ്കിൽ തമിഴ്നാട്ടിൽ അത്യാവശ്യം തമിഴ്നാട്ടിലെ വാർത്തകൾ കൂടി റിപ്പോർട്ട് ചെയ്യാൻ പ്രശാന്തിന് ഒരു മടിയും ഉണ്ടാവില്ല. കാരണം അവിടുത്തെ ഭാഷ നന്നായി പ്രശാന്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രശാന്തിനുള്ള കൊട്ടേഷൻ ഒരുക്കുന്നുണ്ടോ സംശയമുണ്ട്. ഏതായാലും പ്രശാന്ത് ഇതിന്റെ വില ചോദിക്കുമ്പോൾ ഞാൻ അതിശയിക്കായിരുന്നു. കാരണം അവിടെ ഓരോ പൂവിനും എത്ര വിലയുണ്ടോ അത് അവിടെ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവരുമ്പോൾ എത്ര വില കൂട്ടിയാണ് ഇവിടുത്തെ കച്ചവടക്കാർ വിൽക്കുന്നത്. പ്രശാന്ത് അത്യാവശ്യം അത്തപ്പൂടാനുള്ള പൂവും കൊണ്ടേ അവിടുന്ന് വരുള്ളൂ. ഏതായാലും നമ്മുടെ അണിയറ പ്രവർത്തകരെ കൂടി കാണിക്കണം ഈ സമയത്ത് എന്നുള്ള ആവശ്യം പ്രേക്ഷകരിൽ ഓണാഘോഷത്തിൽ കാണിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇപ്പൊ അവരെല്ലാം അത്തപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഈ തലയിൽ ഇങ്ങനെ കെട്ടിയിട്ട് അത് കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഓടിക്കും. അപ്പോ ഈ പ്രേക്ഷകർ എത്രമാത്രം സസൂക്ഷ്മമാണ് നമ്മുടെ ചാനൽ വീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വീണാജിയുടെ സാരി ഗംഭീരം എന്നൊക്കെയുള്ള കമന്റുകൾ വരെ വരുന്നുണ്ട്. വിനോദ സ്ഥിരം വരണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിലും അങ്ങനെ പൂവിളി ഉയരുന്നു. അത്തപ്പൂ ഇടുന്നതിന്റെ വിശേഷങ്ങളെ കുറിച്ച് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓണാഘോഷം നന്നായി കാണിക്കണം. അണിയറ പ്രവർത്തകരെയാണ് അവർക്ക് നമ്മളെയൊക്കെ കാണുന്നതാണല്ലോ, ഇടയ്ക്ക് വാർത്തയിലൊക്കെ വരുമ്പോൾ കാണുന്നതാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൽ നമ്മൾ ഈ നിൽക്കുന്നതിൽ കൂടുതൽ ആളുകൾ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ കാണാൻ നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരെ കാണിക്കണമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് അവരിലേക്കൊക്കെ വരാം. അതെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ വാർത്തകൾക്കിടയിൽ നമ്മൾ ഈ വിശേഷങ്ങൾക്കിടയിൽ വാർത്തകൾ മറന്നു പോകരുതല്ലോ. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയിലേക്ക് പോകേണ്ടത്. PV അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. 5 കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാണ് DGP ശുപാർശ നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ്, റിദാൻ വധം, പൂരം അലങ്കോലമാക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കും. അൻവറിന്റെ പരാതിയുടെ ഭാഗമായി ADGPയുടെ മൊഴി DGP നേരിട്ട് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിവരങ്ങൾ നൽകുന്നതിന്. ശാലിനി, ഇത് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഇത് ചില കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. വിഷയങ്ങൾ ഇനിയും ഒരുപാട് കിടക്കുന്നു ചോദ്യം ചെയ്യുന്നതിനായി. പക്ഷേ DGP നേരിട്ട് ADGPയെ ചോദ്യം ചെയ്യുന്നു, വിവിധ വിഷയങ്ങളിൽ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അറിയുന്നത്. പ്രതീക്ഷയോടെയാണ് അത് കാണേണ്ടത്. എന്താണ് വിവരങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലമ്പൂർ MLA PV അൻവറിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കൂടി കുരുക്കുമുറുകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DGPയുടെ പ്രത്യേക ശുപാർശയുടെ നിർദ്ദേശത്തിന്റെയൊക്കെ ഭാഗമായി വിജിലൻസ് മേധാവി കൂടി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് മറ്റൊരു അന്വേഷണം നടക്കുന്നു DGPയുടെ നേതൃത്വത്തിൽ. ആ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ വിജിലൻസ് അന്വേഷണവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് 5 കാര്യങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള 5 കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ റിദാൻ വധം, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ, ഒപ്പം തന്നെ സോളാർ കേസിലെ ചില അട്ടിമറി നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം, അതും ബന്ധുക്കളുടെ പേരിലടക്കം അനധികൃത സ്വത്ത് സമ്പാദനം. ADGP MR അജിത് കുമാർ സംസ്ഥാനത്ത് തന്നെ ക്രമസമാധാന ചുമതലയുള്ള ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അദ്ദേഹം ഇത്തരത്തിൽ സ്വത്ത് സമ്പാദനം നടത്തി. ഒപ്പം തന്നെ കവടിയാറിലെ ഏറ്റവും കണ്ണായ ഭാഗത്ത് 6000-ലധികം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വെക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടന്നു. ഇതിനടക്കം എവിടെ നിന്നാണ് സാമ്പത്തികം കണ്ടെത്തിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലൊരു പരിശോധനയും വിജിലൻസിന്റെ അന്വേഷണവും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DGP സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വിജിലൻസിന് കൂടി കൈമാറാൻ പോകുന്നത്. അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാകും ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം നടത്തുക. പ്രത്യേകിച്ച് മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ
ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും ആ റാങ്ക് നോക്കിക്കൊണ്ട് തന്നെയുള്ള ഒരു അന്വേഷണമായിരിക്കും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഒപ്പം തന്നെ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന് കൂടി നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ MR അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടികൾ കൂടുതൽ മുറുകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലടക്കം DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. 7ഓളം ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അന്വേഷണ സംഘത്തിലുണ്ട്. ഇവരുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് വിജിലൻസും സമാനമായി അന്വേഷണം നടത്തുന്നത്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ADGPയോട് നേരിട്ടെത്തി മൊഴി നൽകാനുള്ള നടപടികൾ കൂടി DGP നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നോട്ടീസ് നൽകാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാന കാര്യം കൂടി ഉണ്ടല്ലോ, ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നത രൂക്ഷമാണ് ഈ വിഷയത്തിൽ. CPIയും RJDയും നിലപാട് കടുപ്പിക്കുന്നതോടെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണല്ലോ ഇടതുമുന്നണിയിൽ നിന്ന് CPI കടുത്ത എതിർപ്പ് അറിയിച്ച രംഗത്ത് വന്നെങ്കിലും മുഖ്യമന്ത്രി ഇന്നലെ ADGPക്ക് സംരക്ഷണം തീർക്കുകയായിരുന്നു. നടപടി സ്വീകരിക്കാത്തതിൽ വിശദീകരണവുമായി ഇടത് കൺവീനറും രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ശാലിനി, ഇടതുമുന്നണിയിൽ ഇപ്പോൾ ADGP വിഷയം തന്നെയല്ലേ കത്തി നിൽക്കുന്നത്? വിനോദ്, തീർച്ചയായും ഇന്നലെയാണ് ഇടതുമുന്നണി യോഗം ചേർന്നത്. TP രാമകൃഷ്ണൻ ഇടതുമുന്നണിയുടെ കൺവീനറായ ശേഷമുള്ള ആദ്യ യോഗമാണ്, LDFന്റെ കൺവീനറായ ശേഷമുള്ള ആദ്യ യോഗമാണ്. ഈ യോഗത്തിൽ നമുക്ക് കാണാനായത് വലിയ രീതിയിലുള്ള വിഭാഗീയത, വിമർശനങ്ങൾ, പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും മുന്നണിയിലെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI തന്നെയാണ്. തുടക്കം മുതൽ തന്നെ CPI MR അജിത് കുമാറിനെ സംസ്ഥാന സർക്കാരും CPM-ഉം സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള പ്രതികരണങ്ങൾ പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയതാണ്. യോഗത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ ഒരു അവൈലബിൾ യോഗം CPI ചേർന്നിരുന്നു. ആ CPIയുടെ തീരുമാനം നേരിട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഇന്നലെ രാവിലെ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യോഗത്തിൽ പ്രധാനമായും ഈ വിഷയം ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ്. ആ ചർച്ചയായിട്ടുണ്ടെങ്കിൽ പോലും അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതല്ലാതെ കാര്യമായ ചർച്ചകളോ അല്ലെങ്കിൽ MR അജിത് കുമാറിനെതിരെ കൃത്യമായ നടപടി എടുക്കുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ RJDയും ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ്. പ്രത്യേകിച്ച് RJDയുടെ ഭാഗത്തു നിന്നടക്കം ഈ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചർച്ച നടത്തണമെന്നൊരു ആവശ്യം ഇവർ ഇടതുമുന്നണിയുടെ യോഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ അത്തരത്തിലൊരു അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനോ നടപടികളിലേക്ക് കടക്കാനോ തയ്യാറായിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി മറുപടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ ചില പരാമർശങ്ങൾ ഇങ്ങനെയാണ്: ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള വിവാദങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ്, തന്നെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് MR അജിത് കുമാറിനെ ഇത്തരത്തിലൊരു രീതിയിലുള്ള വിമർശനങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും തള്ളിവിടുന്നത്. അന്വേഷണം നടക്കുകയാണ്, നിയമപരമായിട്ടുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും വേണ്ടത് എന്നൊരു കാര്യത്തിലേക്ക് സർക്കാർ അന്തിമമായി എത്തുക എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ മുന്നണിക്കുള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ശാലിനി എല്ലാവരെയും കൂട്ടി ഉച്ചയ്ക്ക് വരണം, ഇവിടെ ഓണസദ്യയൊക്കെ ഉണ്ട്. വിനീഷാണ് ബ്യൂറോ ചീഫ്. വിനീഷ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമുക്ക് ഉച്ചയ്ക്ക് കാണാം, ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിക്കാം. ഓക്കെ, ഏതായാലും പ്രേക്ഷകർ പിണങ്ങണ്ട, അവരെ നമുക്ക് ക്ഷണിക്കാം. അതെ, ഇതിനകത്ത് ദിവാകരൻ പിള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഇനി ഓണം കഴിഞ്ഞ് ചാനലൊക്കെ വെക്കുന്നുള്ളൂ, പരസ്യത്തിന്റെ അമിതമായ ഇതുണ്ട്. പക്ഷെ പരസ്യം കാണിക്കാതിരിക്കാനാവില്ല. ചാനൽ മുന്നോട്ട് പോകുന്നത് ഈ പരസ്യദാതാക്കളുടെ അവർ നൽകുന്ന പരസ്യത്തിന് നൽകുന്ന പൈസ കൊണ്ടൊക്കെയാണല്ലോ ചാനൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ നിങ്ങളെ അവരുടെ ഉൽപ്പന്നങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്, അല്ലേ? അതെ, അതുകൊണ്ട് TV ഒന്നും ഓഫാക്കി പോകരുത്, ഇതൊക്കെ കാണണം. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ റാപ്പിഡ് ന്യൂസ് ഒക്കെ എല്ലാവരും കണ്ടു. ഗുളിക പരുവത്തിൽ എല്ലാ വാർത്തയും വീണ നൽകി കഴിഞ്ഞു. ഇനി അതിൻ്റെ വിശദമായ ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിനാണ് റിപ്പോർട്ട് കൈമാറിയത്. കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൻ്റെ യോഗം ഇന്ന് പോലീസ് ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, കുറേ ദിവസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ വിവാദങ്ങൾ, ഈ വാർത്ത തീരുന്നേ ഇല്ല. ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് സമ്പൂർണ്ണമായ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ.
വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ വിവാദങ്ങളും ചർച്ചയുമായ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, പൂർണ്ണ രൂപമായിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനാണ് ഈ റിപ്പോർട്ട് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഒഴിവാക്കിക്കൊണ്ട് പുറത്തു വന്ന റിപ്പോർട്ട് മാത്രമാണ് പുറലോകം കണ്ടിട്ടുള്ളത്. മറ്റ് പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ എച്ച് വെങ്കടേഷിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ റിപ്പോർട്ട് എത്തുമ്പോൾ പൂർണ്ണമായും ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തയ്യാറാകുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ന് ഒരു യോഗം കൂടി തിരുവനന്തപുരത്ത് ചേരുന്നത്. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് SITയുടെ പ്രത്യേക യോഗം ഇന്ന് ചേരാൻ പോകുന്നത്. ഈ യോഗത്തിലായിരിക്കും എന്തൊക്കെ നടപടികൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. പ്രധാനമായും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ SIT സംഘം കാണണം. അതിനുശേഷം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പരാതികൾ നൽകാൻ തയ്യാറാണെങ്കിൽ അവരുടെ പരാതികൾ വാങ്ങിയ ശേഷം ആ വഴിക്കും അന്വേഷണം നടത്തണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. സ്വാഭാവികമായും 50ഓളം പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത്. ഈ 50 പേരെയും SIT കാണാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ അടക്കമാണ് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേരുന്നത്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. ഒരു മാസത്തിനുള്ളിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ആ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായി ഈ 50 പേരെ നേരിൽ കണ്ടും മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികളോ വിമർശനങ്ങളോ വിവാദങ്ങളോ ഉയരുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണിച്ച ശേഷമായിരിക്കും SITയുടെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 50-ലധികം പേർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവരിൽ നിന്ന് പരിശോധനയുടെ ഭാഗമായിട്ട് ഇവരും മൊഴി രേഖപ്പെടുത്തും. പരാതികൾ എഴുതി വാങ്ങിക്കൊണ്ട് പരാതികൾ നൽകുന്നവരുടെ ഭാഗമായി SIT സ്പെഷ്യൽ അന്വേഷണം കൂടി നടത്തും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും പൂർണ്ണമായ റിപ്പോർട്ട് ഇപ്പോൾ എച്ച് വെങ്കടേഷിന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ആരോപണ വിധേയരായി നിൽക്കുന്നവരും കുറ്റക്കാരെയും ഒക്കെ നേരാവണ്ണം നോക്കിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകുന്നതിന് മുന്നോടിയായിട്ടുള്ള അടിയന്തര യോഗം ഇന്ന് രാവിലെ 10:30 പോലീസ് ആസ്ഥാനത്ത് ചേരുക. വിനോദ്. ഓക്കെ, തീർച്ചയായും. അപ്പോൾ എന്തായാലും പോലീസ് ആസ്ഥാനത്ത് ഇന്ന് പ്രത്യേക യോഗം ചേരുന്നു. സമ്പൂർണ്ണ റിപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ വയനാട്ടിലെ ഒരു നേരത്തെ നമ്മൾ തോവാളയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നൽകുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു എന്താണ് ഈ വയനാടും പൂവിപണിയുമായുള്ള ബന്ധം എന്ന്. വയനാട് അപകടം നടന്നതിന് ശേഷം, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നതിന് ശേഷം നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടമായതിനു ശേഷം, ഒരുപാട് സഹോദരങ്ങൾ അനാഥരായി പോയതിനു ശേഷം നമ്മളൊന്നും ആലോചിച്ചിരുന്നു ഈ ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്നുള്ളത്. 2 തരത്തിലുള്ള തീരുമാനങ്ങളാണ് കേരളത്തിലുള്ള ജനങ്ങൾ സ്വീകരിച്ചത്. ഒന്ന്, അങ്ങനെ ഒറ്റയ്ക്കായി പോയവരുടെ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുടെ ഒപ്പം ചേർന്ന് ഈ ആഘോഷങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് ചേർന്ന് നിന്നവരുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ അത്തച്ചമയ ഘോഷയാത്ര സമ്പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പോലും ചർച്ച വന്നു. തീർച്ചയായിട്ടും. അതേസമയം ഈ ആഘോഷങ്ങൾ നമ്മൾ നടത്തണമെന്നും ഈ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും ഈ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കണമെന്നും അവരുടെ ജീവിതം തിരിച്ചു നൽകണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ചിലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. അതുകൊണ്ട് ആഘോഷങ്ങൾ ആ രീതിയിൽ അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാകാം എന്ന് നമ്മൾ കരുതിയിരുന്നു. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ ആഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരും കൂടെ ആഘോഷിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതാണ് ഈ വയനാടിൻ്റെ ഒരു പശ്ചാത്തലം. അത് കമൻറ്റ് ബോക്സിൽ കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വയനാട്ടിലെ വാർത്തയിലേക്ക് തന്നെ നമുക്ക് പോകണം. അതായത് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ് 2 മാസത്തോടടുക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള കുറേ സ്വപ്നങ്ങളുടെ ശേഷിപ്പുകൾ മാത്രമാണുള്ളത്. ചൂരൽമലയും മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും ഇന്ന് നിശബ്ദമാണ്. പലരും ഇന്ന് മണ്ണിൽ ഉറങ്ങുമ്പോൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാത്രമാണ് ബാക്കിയായത്. അങ്ങിങ്ങ ചിതറിക്കിടക്കുന്ന കളിപ്പാട്ടങ്ങൾ, മാറോട് ചേർത്തുറങ്ങിയ പാവക്കുട്ടികൾ, ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ. ദുരന്തഭൂമിയിൽ ഇനി ബാക്കിയുള്ളത് ഈ ചിതറിക്കിടക്കുന്ന സ്വപ്നങ്ങൾ മാത്രമാണ്. പുഞ്ചിരിമട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും അപ്പാടെ ഒലിച്ചുപോയപ്പോൾ പ്രിയപ്പെട്ടവർ വരുമെന്ന പ്രതീക്ഷയോടെ കാത്തുനിൽക്കുകയാണ് വളർത്തുമൃഗങ്ങൾ. അവരുടെ കണ്ണുകളിലും നിസ്സഹായത മാത്രം, ഒറ്റപ്പെടലിന്റെ വേദനയും. നിരവധി സ്വപ്നങ്ങൾ കണ്ട് പടുത്തുയർത്തിയ വീട് പൂർണ്ണമായി തകർന്നു. ചില വീടുകൾ ഭാഗികമായും. അടുക്കള സാധനങ്ങൾ അടക്കം മണ്ണിൽ പൊതഞ്ഞു കിടക്കുന്നു. മണ്ണിനുള്ളിൽ അകപ്പെട്ട വാഹനങ്ങൾ,
മറ്റ് വീട്ടുപകരണങ്ങൾ, അങ്ങനെ നീളുന്നു ഉരുൾപൊട്ടലിന്റെ അവശേഷിപ്പുകൾ. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോരുത്തരും നല്ലൊരു നാളേക്കായി. ജനം, വയനാട്. അതേസമയം ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ വീണ്ടും ദുരന്തം വേട്ടയാടുന്നതിന്റെ സങ്കട കാഴ്ചകളാണ് അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. വയനാട്ടിൽ വാഹനാപകടത്തിൽ മരിച്ച ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്ന് അറിയുന്നു. വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം. മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനുശേഷം ആണ്ടൂരിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്യും. PS അർജുൻ ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, നമസ്തേ. ഒരുപക്ഷെ ഈ വിഷയം എങ്ങനെ ചോദിക്കണം എന്ന് വ്യക്തമല്ല. കാരണം ഒരു ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിച്ച ജെൻസൺ അങ്ങനെ പൊലിഞ്ഞു പോയിരിക്കുന്നു. ശ്രുതിയെ തനിച്ചാക്കിക്കൊണ്ട് ജെൻസൺ പോയിരിക്കുന്നു. അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും വലിയ വിഷമമുണ്ട്. വിവരങ്ങൾ പറയൂ അർജുൻ. തീർച്ചയായും നമസ്തേ. ഇന്ദ്ര തന്നെയും ഈ പുലർവേളയിൽ എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. വയനാടിനെ വീണ്ടും വീണ്ടും സങ്കടത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത്. ഇത് ദുരന്തം കഴിഞ്ഞതേ ഉള്ളൂ. അതാ വീണ്ടും ആ ഒരു ദുരന്തത്തിന്റെ പുറകെ തന്നെ മറ്റൊരു ദുരന്തം കൂടെ വന്നിരിക്കുന്നു. ജെയ്സൺ ശ്രുതി നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച 2 പേരാണ് ജെയ്സണും ശ്രുതിയും. ശ്രുതിയുടെ 9 പേരാണ്, അതായത് ശ്രുതിയുടെ കുടുംബാംഗങ്ങളിലെ 9 പേരാണ് ശ്രുതിക്ക് നഷ്ടപ്പെട്ടത്, ആ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടത്. തുടർന്ന് ശ്രുതിക്ക് ആകെ ഉണ്ടായിരുന്നത് ജെൻസൺ മാത്രമായിരുന്നു. ആ ജെൻസനാണ് കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ മരണപ്പെടുന്നത്. വെള്ളാരംകുന്നിൽ വെച്ച്, അതായത് തിപ്പറ്റയിലെ വെള്ളാരംകുന്നിൽ വെച്ചാണ് ഈ ജെൻസൺ ഓടിച്ച വാനും അതുപോലെ തന്നെ എതിർദിശയിൽ വന്നിട്ടുള്ള ഒരു കൂട്ടിയിടിച്ച് വലിയ ഗുരുതരമായ പരിക്ക് ജെൻസൺ ഏൽക്കുന്നത്. ശ്രുതിക്ക് കാര്യമായ പരിക്കേറ്റിരുന്നില്ല. മറ്റ് ആളുകളും, അതായത് ജെൻസണും അതുപോലെ തന്നെ ശ്രുതിക്കും പുറമെ മറ്റ് ആളുകളും ഉണ്ടായിരുന്നു. അതിൽ ആകെ 9 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് സാരമായ പരിക്കേറ്റിരുന്നില്ല. ജെൻസന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ്, വയനാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഇവൻ രക്ഷിക്കാനായില്ല. കൊണ്ടുവന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു ക്രിട്ടിക്കലാണ്, നിങ്ങൾക്ക് കഴിയാവുന്ന അധികം തങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതടക്കം കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവൻ വീണ്ടും നിലനിർത്താൻ കഴിഞ്ഞില്ല. പിന്നീട് 8:50 രാത്രി 8:50 ജെൻസന്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു ദുഃഖം തന്നെയാണ്. വിധിയെ ചേർത്ത് നിർത്തിയ ഒരു വ്യക്തിയാണ് ജെൻസൺ എന്ന് പറയുന്നത്. ഇതിയുടെ മാതാപിതാക്കളടക്കം 9 പേർ, കുടുംബത്തിലെ 9 പേരാണ് മരണപ്പെട്ടത്. ആ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറി വന്നതാണ് ഈ ഒരു ജെൻസന്റെ കൈത്താങ്ങായിരുന്നു ശ്രുതിക്ക്. ആ കൈത്താങ്ങിൽ നിന്നുകൊണ്ടാണ് ശ്രുതി തന്റെ വീണ്ടും സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങിയത്. പക്ഷേ ഇന്നലത്തോടെ ആ സ്വപ്നങ്ങളും വിഫലമായിരിക്കുന്നു. ഇനി ശ്രുതി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏവരും നോക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ എങ്ങനെയായിരിക്കും ശ്രുതി ഈ ഒരു യോഗത്തെ നോക്കിക്കാണുക എന്നുള്ളത് തന്നെ നമുക്ക്. അർജുൻ, ഇവിടെ ഈ ദുരന്തം നമ്മൾക്ക് പറയുന്നതിലൊക്കെ അപ്പുറമാണ്. ഇതൊക്കെ ഇവരെങ്ങനെ സഹിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഉള്ളതാണ് ഈ പ്രതിസുത വരനായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആളും ഈ വാഹനാപകടത്തിൽ മരിക്കുകയാണ്. ഇവരെയൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നുള്ളതാണ്. അത് ആ ദൃശ്യങ്ങൾ നോക്കൂ, അവളെ ചേർത്ത് പിടിച്ച് ആശ്വാസമായി കൂടെ നിന്നൊരാളാണ്. അതെ, ആ വയനാട് ഇതേപോലെ. ഇതിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആ ആളിൻ്റെ പ്രതിശ്രുത വരൻ മരിച്ചപ്പോൾ നമ്മൾ ആ ശ്രുതിയെപ്പറ്റി കൂടുതൽ വാർത്തകൾ പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞു മക്കളുണ്ട് അവിടെ. അമ്മമാർ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, വീട് നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അതെ, പ്രകാശൻ വേലിക്കുട്ടി അദ്ദേഹം പറയുന്നുണ്ട് ആ കുട്ടിയുടെ മാനസിക നിലയെക്കുറിച്ച് ഓർക്കാൻ തന്നെ പേടിയാകും. അതെ അതെ അതെ, അത് അർജുനോട് ചോദിക്കാം എനിക്ക് തോന്നുന്നു. അർജുൻ, എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അവളിത് എങ്ങനെ സഹിക്കും? പ്രസാദ് പറയുന്നുണ്ട് ആ ചെറുപ്പക്കാരനെയും കൊണ്ടുപോയി. എന്തൊരു കാലമാണ് ഇത്. അതെ പ്രസാദ് ജി, അതെ, നമുക്കിത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇത് എന്ത് പറയും?
ഇങ്ങനെയൊക്കെ ഉള്ള മഹാദുരന്തങ്ങൾ ജീവിതത്തിൽ വന്നു പെട്ടാൽ പിന്നീട് അവർ എങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും? ഇതിപ്പോൾ ഈ വാർത്തയിലൊക്കെ ഈ കുറച്ച് ദിവസങ്ങളിലൊക്കെ വരും, പിന്നെ ഇവരെപ്പറ്റി ആരും അന്വേഷിക്കുന്നില്ല. അവരെങ്ങനെ ജീവിക്കും, അവരെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സങ്കടകരമായ കാര്യമാണ്. അർജുൻ കേൾക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു അർജുന് പോലും അത് പറയാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അത്ര ദയനീയമായ അവസ്ഥയാണ്. അർജുൻ തുടരാം. തീർച്ചയായും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുക. വയനാട് കഴിഞ്ഞ ദിവസം വയനാട് മുഴുവൻ ആ പ്രാർത്ഥനയിലായിരുന്നു. ജൻസൺ എങ്ങനെയും സുഖം പ്രാപിക്കട്ടെ, ശ്രുതിക്ക് തൻ്റെ ജൻസനെ തിരിച്ചു കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമായിരുന്നു വയനാട് ഒന്നാകെ ഉണ്ടായിരുന്നത്. ശ്രുതിക്കൊപ്പമായിരുന്നു ഏവരും ഉണ്ടായിരുന്നത്, ജൻസൺ ഒപ്പമായിരുന്നു ഏവരും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ശ്രുതിയെ കാത്തു നിൽക്കാതെ, അല്ലെങ്കിൽ ആ ശ്രുതിയെ ഒരു നോക്ക് കാണുവാൻ നിൽക്കാതെ ജൻസൺ യാത്രയായിരിക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് വലിയ ദുഃഖത്തോട് തന്നെ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിവിടെ വന്നപ്പോൾ ശ്രുതിയുടെ അവസ്ഥയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്, കണ്ടതാണ്. അതായത് ഈ ജൻസനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ ജൻസൺ ഈ ഒരു അപകടം നടന്ന തനിക്കൊരു പരിക്കേറ്റു, പക്ഷേ അതൊന്നും വകവെക്കാതെ തൻ്റെ ജൻസൺ എവിടെ എന്ന് ചോദിക്കുന്ന ശ്രുതിയാണ് നമുക്കൊക്കെ കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ വികാര ദുർബലമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയത്. ഈ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ എത്തരത്തിലായിരിക്കും ഇനി ആ ശ്രുതി ഈ ഒരു വിയോഗം എങ്ങനെ സഹിക്കും എന്നുള്ളത് തന്നെയാണ് ഏവരും നോക്കി കാണുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലേക്ക് പോവുക, നമുക്കടക്കം ഇവിടെ നിന്ന് ലൈവ് ചെയ്യുമ്പോഴടക്കം നമ്മുടെ ഉള്ളിലും വലിയ രീതിയിലുള്ള ഒരു വിഷമമാണ് വരുന്നത്. എന്തിനാ തന്നെയും ജൻസന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നും പിന്നീട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. ബത്തേരിയല്ല, അതിന് ചെറിയൊരു മാറ്റമുണ്ട്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് ജൻസന്റെ വീട്ടിലേക്ക്, അതായത് അമ്പലവയിലെ മാണ്ടാട് വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ആ വീട്ടുകാരെയൊക്കെ കാണിച്ചതിന് ശേഷം പിന്നീട് ആ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം അമ്പലവയിൽ തന്നെയുള്ള ദേവമാത ആ പള്ളിയിൽ, തൊട്ടപ്പുറത്തുള്ള ഒരു പള്ളിയിൽ അടക്കം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരു അപകടം, വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായത്. അത് ഈ ഒരു ജൻസൺ ഓടിച്ച വാന് കൂട്ടിയിടിക്കുന്നു, അതായത് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുന്നു. ഇതിൽ 9ഓളം പേരുണ്ടായിരുന്നു, അതായത് ജൻസനും ശ്രുതിയും അടക്കം 9ഓളം പേരുണ്ടായിരുന്നു. അതിൽ ജൻസൺ ആണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കേറ്റത്. അതിനുശേഷം പിന്നീട് ജൻസനെ ആ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ശ്രുതിയെ അത്തരത്തിൽ കൽപ്പറ്റയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ ഉണ്ടായിരുന്നു, ശ്രുതി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ശ്രുതി അവിടെ നിന്നും കൽപ്പറ്റയിൽ നിന്നും ജൻസനെ തിരക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ വികാര നിർഭരമായിട്ടുള്ള ചില രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും വരും. പക്ഷെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ ഒരു സാഹചര്യം നമുക്കൊരിക്കലും പ്രേക്ഷകരെ എങ്ങനെ കാണിക്കുമെന്നറിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ശ്രുതിയുടെ അടുക്കത്തേക്ക് പോകാതിരുന്നത്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ആ ജൻസന്റെ മൃതദേഹം ഈ മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തെത്തിക്കും. ബന്ധുക്കൾ ഏറ്റുവാങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ ഈ ഓണമെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥ. നേരത്തെ വീണാജി പറഞ്ഞതുപോലെ ഈ ഓണം രണ്ട് അഭിപ്രായമാണ്, ഇത് ആഘോഷിക്കാമോ ഇല്ലയോ എന്നുള്ളത്. ഈ ഇവരുടെയൊക്കെ സങ്കടം കാണുമ്പോൾ ഓണമെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്കിതിനെയൊക്കെ അതിജീവിക്കേണ്ടതുണ്ട്. ഈ ഇവരുടെ സങ്കടങ്ങളെയൊക്കെ അതിജീവിച്ച് അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവരെ കൂടി സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരം ആഘോഷങ്ങൾ അനിവാര്യവുമാണ്. അതുകൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങൾ വേണം എന്ന് പറയുന്നത്. വീണ്ടും ഓണവാർത്തകളിലേക്കൊക്കെ വരണം. വയനാടിൻ്റെ സങ്കടവും നമ്മൾ മറക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ രാജേഷ് പി, പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ, പൊന്നോണത്തുമ്പി, എത്ര പ്രസിദ്ധമായ ഗാനങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓണം വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഓണം പൊന്നോണം. അപ്പോൾ ഓണത്തിനോടൊപ്പം ജനം ടി വി എന്തൊക്കെയാണ് പ്രേക്ഷകർക്ക് നൽകുന്നത്, എങ്ങനെ ചേർന്ന് നിൽക്കുന്നു, ജനം ടി വിയുടെ ഓണാഘോഷങ്ങൾ എങ്ങനെയെന്നൊക്കെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. ജനം ടി വിയുടെ ഓണപ്പാട്ട്, അതെ, സ്വന്തം ഓണപ്പാട്ട് നിങ്ങൾ പ്രേക്ഷകർ പലരും കണ്ടു കാണും. നവമാധ്യമങ്ങളിലൊക്കെ വൻ വരവേൽപ്പാണ് ഈ പാട്ടിന് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ സ്വന്തമായി എഴുതി തയ്യാറാക്കി സംഗീതം നൽകി. അതെ, നമ്മുടെ കൃഷ്ണരാജ്, ന്യൂസ് എഡിറ്റർ കൃഷ്ണരാജിന്റെ വരികളാണ്, പ്രഹ്ലാദന്റെ സംഗീതം. അപ്പോൾ കാണാം ഓണം പൊന്നോണം.
തിരുവാതിരയാടുന്നു മാമുടിത്തേയാട്ടക്കാലം. ഓണം പൊന്നോണമായി ഉലകീറി പുഴയും ആവേശത്താളത്തിനോണം. പൊന്നാരൻ പാടത്തെ വടിവത്ത വരമ്പത്ത് ഉത്തരന്റെ പൂരം. കാക്കിലീരെ മുട്ടു കരിഞ്ചി പച്ചടി പായസപ്പുളി ചെടി നേരം. ഓണം ആമുടിത്തേയാട്ടക്കാലം. ഓണം പൊന്നോണമായി ഉഴകീറത്തുഴയും ആവേശത്താളത്തിനോളം ആവേശത്താളത്തിനോളം. കല്യാൺ സിൽക്സ് ഓണം പൊന്നോണം ബ്രോട്ട് ടു യു ബൈ കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓണക്കോടിക്കൊപ്പം 2 കോടിയും. ഓണം പൊന്നോണം ഗംഭീരമായിട്ടുണ്ട് അല്ലേ? ടിവിയുടെ സ്വന്തം ഓണപ്പാട്ടാണ്. ഈ ഓണം എന്ന് പറയുമ്പോൾ തിരുവാറന്മുള ക്ഷേത്രത്തിന് ഓണവുമായി വളരെയധികം ബന്ധമുണ്ട്. വീണാജി പോയിട്ടുണ്ടോ ആ ക്ഷേത്രത്തിൽ? ഞാൻ പോയിട്ടില്ല. പോകണം. അത്യാവശ്യം പോകേണ്ട ക്ഷേത്രമാണ്. വളരെ മനോഹരമായ സുന്ദരമായ ക്ഷേത്രമാണ്. ഈ പഞ്ചപാണ്ഡവരിൽ അർജുനനാണ് അവിടെ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠ നടത്തിയത് എന്ന് പറയുന്നു. അത് ചിങ്ങമാസത്തിലെ ഉത്തിട്ടാതി നാളിലാണ് പ്രതിഷ്ഠാ ദിനം. അതുകൊണ്ടാണ് അവിടെ വള്ളംകളി ജലോത്സവം ഉത്തിട്ടാതിക്ക് നടക്കുന്നത്. ഇത്തവണ ചിങ്ങത്തിലെ ഉത്തിട്ടാതി വളരെ നേരത്തെയായിരുന്നു. അതുകൊണ്ട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടത്തി. പക്ഷെ ഓണം കഴിഞ്ഞാണ് ഈ ഉത്തിട്ടാതി വരേണ്ടത്, അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇത്തവണ കന്നിയിലാണെങ്കിൽ പോലും അത് ഉത്തിട്ടാതി ജലമേള ഈ കന്നിയിൽ തന്നെ നടത്തുകയാണ്. പ്രതിഷ്ഠാദിനം ആഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ ഓണം വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവാറന്മുള. അവിടെ നമുക്കറിയാം അവിടുത്തെ ഈ മറ്റേ സദ്യ ഉണ്ടല്ലോ, മറ്റേ എന്താണ് വള്ളസദ്യ, വളരെ പ്രസിദ്ധമായ വള്ളസദ്യ. അതായത് ഈ വള്ളപ്പാട്ട് പാടി തന്നെ വിഭവങ്ങൾ ചോദിച്ചൊക്കെ വാങ്ങുന്ന വളരെ ആചാരപ്പെരുമയുള്ള ക്ഷേത്രമാണ് തിരുവാറന്മുള ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കുള്ള തിരുവോണത്തോണി ഇന്ന് കോട്ടയം കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്തു നിന്നാണ് രാവിലെ 11:30ക്കും 12നും ഇടയിൽ മങ്ങാട്ട് ഭട്ടതിരി തിരുവോണത്തോണിയിൽ ആറന്മുളയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഉത്രാട സന്ധ്യയ്ക്ക് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്ന് ഓണവിഭവവും ദീപവുമായി തിരുവോണത്തോണി പുറപ്പെടും. തിരുവോണ നാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രക്കടവിൽ തോണിയെത്തും. ഈ മങ്ങാട്ടില്ലം നേരത്തെ കാട്ടൂരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കോട്ടയത്തേക്ക് മാറി. അവരുടെ പാരമ്പര്യമായി ആ ഇല്ലത്തു നിന്നാണ് തിരുവോണ വിഭവങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഇല്ലത്തിന്റെ കുടുംബം അങ്ങോട്ട് മാറിയത് കൊണ്ടാണ് കോട്ടയത്തു നിന്ന് ആ തിരുവോണത്തോണി കാട്ടൂർ വന്നിട്ട് കാട്ടൂരിൽ നിന്നാണ് ഈ ഓണ വിഭവങ്ങളുമായി പോകുന്നത്. ഓണ വിഭവങ്ങളുമായി പോകുന്ന തോണിക്ക് അകമ്പടി പോയിരുന്ന ഈ പള്ളിയോടങ്ങളാണ് പിന്നീട് തിരുവാറന്മുളയപ്പന്റെ പള്ളിയോടങ്ങളായി മാറുന്നത്. 52 കരയിലെ പള്ളിയോടങ്ങളാണ്. പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ. ആറന്മുള എന്ന് പറയുമ്പോൾ വികാരമാണ്. ഞാൻ അതിനടുത്തുള്ള ആളാണ്. മിഥുൻ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ ഇനി എന്ത് പറയാനുണ്ടാകും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വിനോദ് ഇങ്ങനെ അതിനെക്കുറിച്ച് വല്ലാതെ അങ്ങ് വാചാലിലാകുന്നുണ്ടായിരുന്നു. ഞാനും കേട്ടു നിൽക്കുകയായിരുന്നു. അപ്പോൾ മിഥുന് ചേർത്ത് വയ്ക്കാൻ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? വിനോദ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആറന്മുള നാട്ടുകാരനായതുകൊണ്ട് കൂടി തന്നെ പറഞ്ഞു തീരാതത്ര വിശേഷങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. അദ്ദേഹം പറഞ്ഞതിന്റെ തുടർച്ചയായി പറയുകയാണ്, ഈ മങ്ങാട്ടില്ലവും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആചാരപ്പെരുമയിലുള്ള ഈ ചടങ്ങ് നടക്കുന്നത് എല്ലാ വർഷവും. മങ്ങാട്ട് ഭട്ടത്തിരി ആറന്മുളയ്ക്കടുത്ത് കാട്ടൂര് താമസിച്ചിരുന്ന അദ്ദേഹം ഒരു വലിയ വിഷ്ണു ഭക്തനായിരുന്നു. ആറന്മുള പാർത്ഥസാരഥിയുടെ ഭക്തനായിരുന്നു. എല്ലാ തിരുവോണ നാളിലും അദ്ദേഹം വിഷ്ണു പൂജയുടെ ഭാഗമായി ബ്രഹ്മചര്യ പൂജ ചെയ്ത് പാദപൂജ ചെയ്ത് സദ്യ നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഒരു തവണ അത് മുടങ്ങി. ഒരു ബ്രഹ്മചര്യം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്താത്ത സാഹചര്യം വന്നു. പിന്നീട് അദ്ദേഹം ആറന്മുള അപ്പനെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. താൻ ഒരു ബ്രഹ്മചരി തൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമായിരിക്കും അന്ന് സദ്യ കഴിക്കുക എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് ഒരു ബാലൻ അദ്ദേഹത്തിന് അരികിലേക്ക് എത്തുകയും പിന്നീട് അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ആറന്മുള ക്ഷേത്രത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള തിരുവോണ നാളുകളിൽ തനിക്ക് സദ്യ നൽകിയാൽ മതി എന്ന് ഭഗവാൻ സ്വപ്ന ദർശനം നൽകി അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീടുള്ള വർഷങ്ങളിലാണ് ഇങ്ങനെ കാട്ടൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മങ്ങാട്ട് ഇല്ലത്ത് നിന്നും തിരുവോണ
തോണിയിൽ സദ്യവിഭവങ്ങളുമായി ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്ന ചടങ്ങ് ഉണ്ടായത്. പിന്നീട് മങ്ങാട്ട് ഇല്ലക്കാർ കോട്ടയം കുമാരനെല്ലൂരിനടുത്തേക്ക് താമസം മാറ്റി ഈ ആചാര്യം തുടർന്നുകൊണ്ട് തന്നെ ആചാര പെരുമയിൽ തന്നെ കുമാരനെല്ലൂരിൽ നിന്നും ഈ തിരുവോണത്തോണി മങ്ങാട്ട് ഭട്ടതിരി ആ പിന്മുറക്കാർ ഭട്ടതിരി ഈ തോണിയിൽ യാത്ര തിരിക്കും, കാട്ടൂരെത്തും. കാട്ടൂരിൽ നിന്നും അകമ്പടിയോടുകൂടി മറ്റ് വള്ളങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ തിരുവോണ സദ്യ ഭഗവാന് നൽകുകയും ചെയ്യും. ആ ഒരു പിന്തുടർച്ച മങ്ങാട്ട് ഭട്ടതിരിയുടെ പിന്തുടർച്ചക്കാർ തുടർന്ന് പോരുകയും ചെയ്യും. എന്നോടൊപ്പം ഇന്ന് ഈ ആറന്മുള തോണിയുടെ ഭാഗമാകുന്ന തോണിയിൽ സദ്യവട്ടങ്ങളുമായി പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന മങ്ങാട്ട് ഇല്ലത്തെ അനൂപ് നാരായണൻ ഭട്ടതിരി ചേരുന്നുണ്ട്. അദ്ദേഹമാണ് ഈ മങ്ങാട്ട് ഭട്ടതിരിയുടെ ആ സ്വപ്ന ദർശനം ആറന്മുള ഭഗവാന് നൽകിയ ആ മങ്ങാട്ട് ഭട്ടതിരിയുടെ പിന്തുടർച്ചക്കാരനാണ്. അദ്ദേഹം പറയും കൂടുതൽ വിശേഷങ്ങൾ, ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട ഐതിഹ്യം, മറ്റ് ചടങ്ങുകൾ, അക്കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതിന് വേണ്ടി ജനം TV പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്നോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ, എത്രത്തോളം ആ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്, എപ്പോഴാണ് പുറപ്പെടുക, ആ ഐതിഹ്യം അതും കൂടി ഒന്ന് വിശദമായി തന്നെ, ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പങ്കുവെച്ചു, ആ ഐതിഹ്യം കൂടി ഒന്ന് വിശദമായിട്ട് തന്നെ ഒന്ന് പങ്കുവെക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറന്മുള അടുത്ത് കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ മുത്തശ്ശൻ തികഞ്ഞ വിഷ്ണുഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ വർഷവും തിരുവോണത്തിന്, ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് കാലുകഴിച്ചൂട്ട് പതിവുണ്ട്. അപ്പം ഒരിക്കൽ ആരും എത്താതെ വരികയും അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി അദ്ദേഹം പൂജാമുറിയിൽ സങ്കടത്തോടു കൂടി ഇരുന്ന് അന്ന് പട്ടിണിയാണ് എന്നുള്ള രീതിയിൽ തന്നെ ആർക്കും അന്നം കൊടുക്കാതെ അദ്ദേഹം ഒന്നും കഴിക്കാറില്ലായിരുന്നു തിരുവോണത്തിൻ്റെ അന്ന്. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ബാലൻ, ഒരു ഉണ്ണിച്ചുണ്ണി വന്ന് എനിക്ക് ഭക്ഷണം തരണമെന്ന് ആവശ്യപ്പെടുകയും വളരെയധികം സന്തോഷവാനായിട്ട് അദ്ദേഹം ഭക്ഷണം കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ പിറ്റേ വർഷം ഉത്രാടത്തിനാളിൽ ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം വന്നയാൾ ഞാനാണ്. അപ്പോൾ അടുത്ത വർഷം തൊട്ട്, നാളെ തൊട്ട് എന്നെ ഇവിടെ വന്ന് കണ്ടാൽ മതി. അങ്ങനെ സ്വപ്നദർശനം കൊടുത്ത് ഭഗവാൻ മറയുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് കാലക്രമേണ നമ്മളിങ്ങോട്ട് മാറിയെങ്കിലും, കുമാരനെല്ലൂർക്ക് മാറിയെങ്കിലും ഇന്നും മുടങ്ങാതെ ആചാരം നമ്മൾ പിന്തുടർന്നു പോരുന്നു. അപ്പോൾ അത് വലിയൊരു നിയോഗമാണ്, വളരെയധികം ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കുന്നു. എന്തൊക്കെയാണ് ചടങ്ങുകൾ, രാവിലെയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? രാവിലെ ഇവിടെ ഗണപതി ഹോമം, ഭഗവതി ദുർഗാപൂജയും വിഷ്ണു പൂജയും ഉണ്ടാവും. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുത്, കുമാരനെല്ലൂർ ഭഗവതിയെ പോയി തൊഴുത് ഉച്ചവിശദ നിവേദ്യമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു 12 മണിയോടുകൂടി നമ്മൾ ഇറങ്ങും. അപ്പം ഇന്ന് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലെ പായസം ഭക്തജനങ്ങൾക്ക് കൊടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. പഴയ ആചാരപ്പെരുമയിൽ തന്നെ 3 നദികൾ ചുറ്റിയാണല്ലോ ആറന്മുളയിലേക്ക് എത്തുന്ന മീനച്ചിലാർ, മണിമലയാർ, പമ്പയാർ. അപ്പോൾ താമസം, മറ്റു കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ, അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കും. അതെ, പഴയ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 12 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വില്യാറ്റിലോട്ട് കയറി കൊടുവരാറ് R ബ്ലോക്കിൽ ചെല്ലുന്നു. R ബ്ലോക്കിൽ നിന്ന് നമ്മൾ വേമ്പനാട് കായലിലേക്ക് കയറുകയാണ്. ഇപ്പം പഴയ പോലെയല്ല, ഒരുപാട് തോടുകൾ ഇപ്പോൾ നികന്നു, പോളകൾ നിറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കായൽ വഴി നമ്മൾ കൂടുതൽ ഊന്നേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാനായിട്ട് അത് സാഹചര്യം അനുസരിച്ചാണ്. അപ്പം നീരേറ്റുപുറം അതുവഴി നമ്മൾ പമ്പയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് വൈകിട്ട് മിക്കവാറും തിരുവല്ല അടുത്തായിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ. അപ്പം കഴിഞ്ഞ വർഷമൊക്കെ അപ്പൻ ചക്കുളത്തുകാവിലായിരുന്നു. നമുക്കറിയില്ല, സാഹചര്യം അനുസരിച്ചാണത് വരിക. നാളെ തിരുവല്ല മൂവടത്തുമടത്താണ് ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു ഉച്ചയോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പൂരാടം നാളെ സന്ധ്യയോടെ നമ്മൾ ആറന്മുള സത്രക്കടവിലെത്തും. അപ്പോൾ നാളെ അമ്പലത്തിൽ കയറില്ല, നമ്മൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയിട്ട് അടുത്ത ദിവസം ഉത്രാടത്തിന് ഇന്ന് രാവിലെ അയിരൂർക്ക് പോകും. അയിരൂർ അവിടുത്തെ പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയോടുകൂടി നമ്മൾ കാട്ടൂരെത്തും. അപ്പോൾ കാട്ടൂരിൽ നിന്ന് വൈകിട്ട് അവിടുത്തെ അമ്പലത്തിൽ നിന്ന്, കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കിടാവിളക്ക് എടുത്ത് ദീപം എടുത്ത് തിരുവോണത്തോണിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ മുഴുവൻ നടന്ന് അടുത്ത ദിവസം രാവിലെ ആറന്മുള മധുക്കടവിൽ വെളുപ്പിനൊരു 5:30-6 മണിയോടുകൂടി എത്തും. ആ തോണിയിൽ നിന്ന് കൊണ്ടുവരുന്ന ദീപം തെളിയിച്ചാണ് നിർമ്മാല്യം. അതിനുശേഷമാണ് പൂജാതി കാര്യങ്ങൾ മുഴുവൻ തുടങ്ങുക. അവിടുന്ന് പുറപ്പെടുന്ന തിരുവോണ തോണിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകൾ ഉണ്ടാകുമല്ലോ, അത് പൂർത്തിയായിട്ടുണ്ട്. എന്തൊക്കെ ചടങ്ങുകളാണ് അതുമായി ബന്ധപ്പെട്ട്? കാട്ടൂരിൽ നിന്നും പുറപ്പെടുന്ന തിരുവോണ തോണിയിൽ എന്തൊക്കെ ചടങ്ങുകളാണുള്ളത്? അവിടുത്തെ 18 നായർ തറവാട്ട് ആൾക്കാർ അവർ പച്ചക്കറി, അരി, ധാന്യങ്ങളും എല്ലാം കൊണ്ടുവരും. അപ്പം നാളെ അതിൻ്റെ ഇതുണ്ടാവും. പൂരാടം ഉത്രാടമൊക്കെ ആയിട്ട് അവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കും. നമ്മളവിടെ ചെല്ലുക, നമ്മൾ ചെന്നാൽ മതി. ബാക്കിയെല്ലാം അവിടെ ആൾക്കാരാണ് നോക്കുന്നത്, കാട്ടൂരുള്ളവർ. അങ്ങ് ഈ ഒരു നിയോഗത്തിൻ്റെ പങ്ക് ചേരുന്നത് ആദ്യമായിട്ടാണോ? ആ ഒരു സന്തോഷം നേരത്തെ പങ്കുവെച്ചു. വലിയ നിയോഗമാണ്, ഭഗവാന്റെ സ്വപ്നദർശനമുണ്ടായ പാരമ്പര്യത്തിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ ആദ്യമായാണോ ഈ ഒരു നിയോഗവുമായി മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ തവണ അച്ഛൻ്റെ അനിയന് ശാരീരിക അസ്വസ്ഥ ഉണ്ടായതിനെ തുടർന്ന് കാട്ടൂർക്ക് എന്നെ വിളിച്ച് ഞാൻ അവിടുന്ന് കയറുകയാണ് ഉണ്ടായത്. ഇല്ലത്തുനിന്ന് ഇത്തവണ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിന് ചെറിയൊരു ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നിയോഗം എന്നിലേക്ക് എത്തിയത്.
ഇനിയിപ്പോൾ മറ്റ് ആഘോഷങ്ങൾ തൊട്ടടുത്തുനിന്നുള്ള ആളുകൾ ദേശക്കാരൊക്കെ ഇല്ലത്തേക്ക് എത്തും അടുത്ത സമയം കഴിയുമ്പോഴത്തേക്കും, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഇവിടുത്തെ ദേശവാസികളെല്ലാവരും തന്നെ യാത്ര അയക്കാനായിട്ട് വരും. വന്ന് പൂജ തൊഴുത് പുഷ്പാഞ്ജലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തൊഴുത് 12 മണിയോടുകൂടി നമ്മൾ ഇറങ്ങും. ഇനിയുള്ള മണിക്കൂറുകൾ അദ്ദേഹം ഈ യാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗണപതി ഹോമം അടക്കമുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും 11:00-യും 12:00-യും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ആ ഒരു സമയത്ത് ഇവിടെ നിന്നും തിരുവോണത്തോണിയുടെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള തോണി പുറപ്പെടും. പിന്നീട് കാട്ടൂരിൽ നിന്നും വലിയ ആഘോഷത്തോടു കൂടി നാനാദേശങ്ങളിൽ നിന്നുള്ള ആ ദേശക്കാരുടെ എല്ലാം അകമ്പടി വള്ളങ്ങളോടുകൂടി ഈ തോണി തിരുവോണ ദിവസം രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തും. അദ്ദേഹം പറഞ്ഞതുപോലെ വലിയ ഒരു നിയോഗത്തിൻ്റെ ഭാഗമാകുകയാണ് അരൂപ് നാരായണൻ ഭട്ടതിരി മങ്ങാട്ടില്ലത്തെ. അതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം പങ്കുവെച്ചത്. എന്തായാലും ആ നിയോഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. വള്ളം ഇവിടെയുണ്ട്. മറ്റ് ഒരുക്കങ്ങളും കാര്യങ്ങളുമൊക്കെ വരുന്ന മണിക്കൂറുകളിലാകും ഉണ്ടാവുക. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനോദ്, തിരുവോണത്തോണിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് 11:30-ക്ക് എത്തണം. ആ തോണി പുറപ്പെടുന്നതൊക്കെ തത്സമയം നമുക്ക് കാണിക്കണം. തീർച്ചയായിട്ടും. ഇതിന് വളരെയധികം സന്തോഷം. നാരായണൻ ഭട്ടതിരിക്കും തിരുവോണത്തോണിയുടെ പുറപ്പാട് എല്ലാം ഭക്തി നിർഭരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇന്ന് വിദ്യാലയങ്ങളിലും മറ്റുമൊക്കെ ഓണാഘോഷ പരിപാടി ഇന്നും നാളെയും ഒക്കെയാണ് നടക്കുന്നത്. ഇന്ന് ഏതായാലും ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. നാളെ ഓണാഘോഷവും കൂടിയാകുമ്പോൾ അവർ ഓണ അവധിയിലേക്ക് കടക്കുകയാണ്. ഈ അവധിക്കാലം എങ്ങനെ അവർ ചിലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വായനാ സമ്പന്നമാക്കിയാലോ എന്നുള്ളതാണ് ആലോചന. കോട്ടയം കടുത്തുരുത്തി സെൻറ് മൈക്കിൾ സ്കൂളിൽ അവർ സഞ്ചരിക്കുന്നൊരു മൊബൈൽ ലൈബ്രറി ഒരുക്കിയാണ് ഇതിനൊരു വഴി കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളിലേക്ക് മാത്രമല്ല നാടൊട്ടാകെ പുസ്തകങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഈ സ്കൂൾ. ഞാൻ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ജനങ്ങളെ കാണാതെ ജനങ്ങളെ കേൾക്കാതെ വായനശാലയിൽ സത്യാഗ്രഹത്തിലായിരുന്നു. ഞാൻ രാത്രിമഴ, ഒരു പെണ്ണ്, ഒരു ഭ്രാന്തി. മഴ കാണാതെ പ്രേമമറിയാതെ ഞാൻ വിഷാദത്തിലായിരുന്നു. ഞാൻ രവി, ഗസാക്കിലെ രവി. പാപഭാരവും ചുമന്ന് ഗസാക്കിലെത്തിയതാണ്. സർപ്പദംശനത്താൽ നീലിച്ചു കിടന്നിട്ട് ഇവിടെ നാളേറെയായി. ഗാന്ധിയും രാത്രിമഴയും രവിയുമെല്ലാം ഇന്ന് ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവർ പലരിലേക്കുമെത്തും, പലരാൽ വായിക്കപ്പെടും. വായന അറിവിന്റെ ഉറവിടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ അതിപ്രസരം മൂലം വായന ഒത്തിരി കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സെന്റ് മൈക്കിൾസ് HSS കടുത്തുരുത്തി ഒരു മൊബൈൽ ലൈബ്രറി എന്ന പദ്ധതി, ഒരു നൂതനമായ ആശയം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു ലക്ഷ്യത്തിലൂടെ ഒരു പുസ്തകം ഒരു കുടുംബത്തിലെത്തുന്നതിലൂടെ എത്ര പേരാണ് അത് വായിക്കുന്നത്? 500 പുസ്തകങ്ങളാണ് ഈ വർഷം അവധിക്കാലത്ത് നമ്മൾ ഓരോ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഗാന്ധി വീണ്ടും കസ്റ്റഡിയിലായി. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ സമരം ചെയ്തതിനല്ല, സത്യാഗ്രഹ പാഠം പകർന്നു കൊടുക്കാനാണ്. സത്യാഗ്രഹത്തിന്റെ ഉൽപ്പത്തി ജോഹന്നാസ്ബർഗിൽ ഉരുത്തിരിഞ്ഞു വന്ന സംഭവം ഓരോന്നും ആത്മശുദ്ധീകരണത്തിലേക്ക് എന്ന പോലെ സത്യാഗ്രഹത്തിലേക്കും എന്നെ നയിച്ചു. എൻ്റെ ബ്രഹ്മചര്യ പ്രതിജ്ഞയിൽ കേന്ദ്രീകരിച്ച പ്രധാന ജീവിത സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ അറിയാതെ തന്നെ സത്യാഗ്രഹത്തിന് എന്നെ സജ്ജീകരിച്ചു വരികയായിരുന്നു എന്നു ഞാൻ അറിയുന്നു. പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഈ കാലഘട്ടങ്ങളിൽ പുസ്തക വായന വളരെ പുറകോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഉദ്യമം കുട്ടികളിൽ തന്നെ പുസ്തകങ്ങളോടൊരു അടുപ്പം സൃഷ്ടിക്കുവാനും വായനയുടെ ലോകത്തേക്ക് അവരെ എത്തിക്കുവാനായിട്ട് സഹായിക്കും. മണ്ണിനെയും മനുഷ്യനെയും വികാരങ്ങളെയും കണ്ടു രാത്രിമഴയാകുന്ന യുവതി. രാത്രിയാകും മുമ്പേ പകൽവെട്ടത്തിൽ അവൾ നിറഞ്ഞു പെയ്തു. മധുരങ്ങളാൽ നിറഞ്ഞ കൂട്ടിലേക്ക് അവൾ ഓടിക്കയറി. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ
പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്ന ഒരു യുവതിയാം ഭ്രാന്തിയെ പോലെ മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്നും വായനകളാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഒരു ലൈബ്രറി, സഞ്ചരിക്കുന്ന ലൈബ്രറി തുടങ്ങിയിരിക്കുക. അത് കടുത്തുരുത്തിലെ എല്ലാ ജനങ്ങൾക്കും ഗുണപ്രദമാകട്ടെ. രവി ഇത്തവണ ചെന്നിറങ്ങിയത് കൂമൻകാവിലായിരുന്നില്ല. അവനെ സ്വീകരിക്കാൻ കരിമ്പനകളും ഉണ്ടായിരുന്നില്ല. രവി എത്തിയത് കടുത്തുരുത്തിയിലാണ്. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായിരുന്നില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടം കൂടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. വായിക്കാറുണ്ട്. പിന്നെ ഞാൻ പത്രം ശരിയൊക്കെ വായിക്കും, പുസ്തകങ്ങൾ കിട്ടിയാൽ വായിക്കും. അതെല്ലാം നമുക്ക് അറിവുകളുണ്ടാവും, ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ ആര് കൊണ്ടു തന്നാലും പുസ്തകം വായിക്കും. നഷ്ടപ്പെട്ടു പോകുന്ന വായനാശീലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കടുത്തുരുത്തി സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓരോ വർഷവും വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം പുസ്തകത്തൊട്ടിൽ ഏർപ്പെടുത്തിയപ്പോൾ ഈ വർഷം സമൂഹത്തിലേക്ക് കൂടി വായനാശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മൊബൈൽ ലൈബ്രറി ആരംഭിച്ചിരിക്കുന്നു. കഥയും കവിതയും കഥാപാത്രങ്ങളുമെല്ലാം ഈ സഞ്ചരിക്കുന്ന പുസ്തകശാല വിട്ടിറങ്ങി. അവരിനി വായനക്കാരിൽ ജീവിക്കട്ടെ. കടുത്തുരുത്തിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം. വീണാജി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മൂലം ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി തിരുവോണത്തിന് ഇനിയും 2 ദിവസം കൂടി ഉണ്ട്. അപ്പോൾ അത്തം 10 പൊന്നോണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അത്തം മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിനങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് വേദപണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദികൻ. ഇന്ന് മൂലം നക്ഷത്രമാണ്. ഈ ദിനത്തിലെ പ്രത്യേകത, ഓണം, ഐതിഹ്യം എന്നിവയെല്ലാം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അതിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുലശേഖര ആൾവാരെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം മുകുന്ദമാല എന്ന് പറയുന്ന പ്രഖ്യാതമായ കാവ്യമാണ് പ്രധാനം അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ നമ്മൾ ഓണാഘോഷം വരുന്നത് എങ്ങനെയാണ്? 10 ദിവസത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് തൃക്കാക്കരയിൽ പണ്ടുണ്ടായിരുന്ന 10 ദിവസത്തെ വ്രതത്തിൻ്റെ ഓർമ്മയാണ്. അത്തത്തിന് തുടങ്ങി തിരുവോണത്തിന് സദ്യയോടെ അത് അവസാനിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ചിങ്ങമാസത്തിലെ ശ്രാവണ നക്ഷത്രമാണ്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആഹ്ലാദത്തിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് കാർഷിക വിളവെടുപ്പിൻ്റെയും കൂടി കാലമായി ഇതിനെ പരിഗണിക്കും. പ്രധാനം അതല്ല എങ്കിൽ പോലും കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും ഒരു കാലമായി കൂടി അതിനെ നമ്മൾ പരിഗണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 വശങ്ങളപ്പോൾ ഓണത്തിനുണ്ട്. ഒന്ന്, ഭൗതികമായ വിളവെടുപ്പിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ഒരു പ്രാധാന്യം. പിന്നെ 2, ആധ്യാത്മികമായ ഒരു വലിയ അനുഷ്ഠാനം. ആദ്യകാലത്ത് തുടങ്ങുന്നത് ആധ്യാത്മിക അനുഷ്ഠാനമായിട്ടാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാം. വിഷ്ണു ഭക്തന്മാർ അത്തത്തിന് വ്രതം തുടങ്ങും. അപ്പോൾ ചോദിക്കും, ഈ വ്രതം എങ്ങനെയാണ് ആരംഭിക്കുക? രാവിലെ കുളിച്ചിട്ട് വന്ന് ഈറനെടുത്തുകൊണ്ട് മുറ്റത്ത് തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിക്കുന്നു. ഒരു ചെറിയ ഇടിഞ്ഞിലിൽ ദീപം കൊളുത്തി തൃക്കാക്കരപ്പനെ 3 തവണ തൃക്കാക്കരയപ്പനെ ഉഴിയുന്നു. അത് ഇടത്തു നിന്ന് വലത്തേക്കാണ് ഉഴിയുക. 3 തവണ മതി, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അങ്ങനെ ഉഴിഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. അപ്പോൾ അന്ന് മുതൽ 10 ദിവസവും പൂക്കളമിടും. അതിൻ്റെ ആദ്യത്തെ 5 ദിവസത്തെ പൂക്കളം കാമദേവന് 5 പുഷ്പങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നീലോൽപ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് 5 ദിവസത്തെ 5 തരം പൂക്കൾ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യത്തെ 5 ദിവസം ഈ 5 തരം പൂക്കൾക്ക് പ്രാധാന്യമുണ്ട്. ഈ പൂക്കൾ തന്നെ എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനത്തെ 5 ദിവസം പ്രാധാന്യമുള്ള പൂക്കളമാണ്. ആദ്യത്തെ 5 ദിവസം ആചരണം, ഒരു ആഘോഷവും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ആഘോഷമായിട്ട് വരുമ്പോൾ വളരെ സന്തോഷമാണ്. പൂക്കൾ ശേഖരിക്കുന്നു, വളരെ ഡിസൈനിലുള്ള പൂക്കളങ്ങൾ നമ്മൾ ഇടുന്നു. എന്നാൽ അവസാനത്തെ 5 ദിവസം പൂക്കളത്തിൻ്റെ ആ രീതിക്ക് ഒരു ചെറിയ വ്യത്യാസം വരും.
അപ്പോൾ ഇത് പറയുന്ന അതേ രീതിയിൽ തന്നെ പൂക്കളം ഇട്ടുകൊള്ളണമെന്നൊന്നുമില്ല. പണ്ട് കാലത്ത് പൂക്കൾ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഇടാമായിരുന്നു. ഇപ്പോൾ നമുക്കത് നടക്കില്ല. അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ 5 ദിവസത്തെ പൂക്കളം നടുക്ക് തൃക്കാക്കരപ്പനുണ്ടാവും, തൃക്കാക്കരപ്പൻ്റെ പ്രതിഷ്ഠ. ചുറ്റിനുമായി 5 കളറിലുള്ള വട്ടത്തിലോ ചതുരത്തിലോ ഉള്ള ഡിസൈനാണ് നമ്മൾ എടുക്കുക. ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ളതാവാം. ഞാനിങ്ങനെ ഒരു പരമ്പരാഗതമായ കാര്യം പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. 5 ലെയറുകൾ ഉണ്ടാവും, 5 കളർ. അപ്പോൾ 5 കളർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളതിനൊരു പ്രാമുഖ്യം കൊടുത്താൽ മതി. അപ്പോൾ ഏറ്റവും പുറത്തെ കളർ പച്ചയോ ഇരുണ്ടതോ ആവും. പച്ചക്കളർ അല്ലെങ്കിൽ ഇരുണ്ട എന്തെങ്കിലും കളർ. ഇത് അന്നമയ കോശം എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അന്നമയ കോശം എന്താണെന്ന് നമുക്ക് നാളെ മനസ്സിലാക്കാം. അത്തപ്പൂക്കളത്തിനൊക്കെ ഇത്രയും അർത്ഥങ്ങളുണ്ടല്ലേ? നമ്മൾ ഈ വെറുതെ പൂവിട്ട് വട്ടത്തിൽ പൂവിടുന്ന സംഭവമാണെന്നൊക്കെ പറയുമ്പോഴും ഇതിന് ശാസ്ത്രീയമായ നിരവധി അർത്ഥങ്ങളൊക്കെ അറിഞ്ഞ് അത്തപ്പൂക്കളം ഇടുന്ന ആളുകളുമുണ്ട്. ഇപ്പൊ ഇതിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഈ പുത്തൻപുലരി കാണുമ്പോൾ പിന്നെ സദ്യ ഉണ്ട പ്രതീതിയാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ വിഭവങ്ങളും ഉണ്ടെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വിഭവങ്ങൾ അപ്പോൾ അവസാനിക്കുന്നില്ല. നമ്മുടെ ചില സെഗ്മെന്റുകളും ഒക്കെ ഇനിയും വരാനിരിക്കുന്നു അല്ലേ? നിരവധി കമന്റുകൾ വരുന്നുണ്ട് ഈ ഇടവേളയെ സംബന്ധിച്ച്. ഇടവേള തന്നെ താരം, ഇടവേള ബാബു വരെ എന്നൊക്കെയാണ് അജിത് ഭാസ്കർ പറയുന്നത്. ഓക്കെ, ഇടവേള കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മുടെ സെഗ്മെന്റുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് പോകാം. സോഷ്യൽ സ്കൂപ്പ്, എന്താണ് സോഷ്യൽ മീഡിയ പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ ഓരോ വിഷയങ്ങളിലും ഇന്ത്യയിൽ സംഭവിക്കുന്നത്, കേരളത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അത് നോക്കേണ്ടത്. ഓക്കെ, ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ അടുത്ത് നടത്തിയ ചില പരാമർശങ്ങൾ, കൂടിക്കാഴ്ചകൾ, അതിനെക്കുറിച്ചുള്ള ലുക്സ് ലൈക്ക് രാഹുൽ ഗാന്ധീസ് അജണ്ട ഫോർ us trip was to sow the seeds of separatism എന്നാണ് പറയുന്നത്. അതായത് ഇതിപ്പോൾ ഈ വിഘടനവാദം സംബന്ധിച്ച് എന്താണ് ഉള്ള ഒരു നിലപാട്, ആ നിലപാടിന്റെ വിത്തുകൾ പാകുക, അതിനുവേണ്ടിയുള്ള വിദേശ സന്ദർശനം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഖലിസ്ഥാൻവാദികൾക്കൊപ്പം അവരെ പോയി കാണുന്നു, അവർക്കൊപ്പം ഫോട്ടോ പങ്കിടുന്നു. അത്തരത്തിൽ വിഘടനവാദ പിന്നെ ആ ഒരു സമീപനമുള്ള അല്ലെങ്കിൽ ആ വാദം ഉയർത്തുന്നവരെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പോയി കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ, അത് മാത്രമല്ല ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഇന്നലെ തീവ്രവാദ ഗ്രൂപ്പിൽ വന്നത് ഖലിസ്ഥാൻവാദികൾ പറഞ്ഞത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ രാഹുൽ അംഗീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ ഗുർപത്വന്ത് സിംഗ് പന്നു ഒക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ടില്ല, ആ അതേ വാക്കുകൾക്ക് സമാനമായി നിൽക്കുന്ന വാക്കുകളാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് ഇതും വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ കോമ്പസ് ആണ് ഈ ഒരു ട്വീറ്റ് പങ്കുവച്ചിരിക്കുന്നത്, ഈ 2 ട്വീറ്റുകളും എടുത്ത് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊന്ന് എന്ത് മൂടി വെക്കാൻ എന്നുള്ളത് ആ റൈറ്റ് സൈഡിൽ കാണാൻ കഴിയുന്നത് ഇന്ത്യൻ കോമ്പസ് തന്നെ പങ്കുവച്ച ഒരു കാര്യമാണ്. ഈ രാഹുലിന്റെ വിദേശ സന്ദർശന വേളയിൽ നടത്തിയ കൂടിക്കാഴ്ചകളെ കൂടി എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്ന് രാജീവ് എന്തു പറഞ്ഞു എന്നുള്ളതും ആ പോസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. എന്തു മറയ്ക്കാൻ രാഹുൽ ഇത് പറഞ്ഞു വയ്ക്കുന്നു ഇപ്പോൾ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ടൈംസ് ആൾജിബ്രയുടെ ഒരു ട്വീറ്റാണ്. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിടയ്ക്കത് സൂചിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്, നമ്മുടെ റാപ്പിഡ് ന്യൂസിലുമൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന കാര്യവുമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ ആരൊക്കെ വരുമെന്ന് വളരെ സന്തോഷമുള്ള വാർത്തയാണ് പറയുന്നതുമാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആയുഷ്മാൻ പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും എന്നുള്ളതാണ്. 6 കോടി മുതിർന്ന പൗരന്മാർക്കൊപ്പം 4.5 കോടി കുടുംബങ്ങൾക്കും ഇതിൻ്റെ ഒരു കവറേജ് ലഭിക്കും എന്നുള്ളതാണ്. അതിനുള്ള അംഗീകാരം മോദി സർക്കാർ നൽകിയിരിക്കുന്നു. ഒപ്പം 5 ലക്ഷം രൂപയുടെ സൗജന്യ
പരിരക്ഷ കൂടി ലഭിക്കും. അത് കുടുംബാടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കൂടി പറയുന്നത്. അതിൽ അദ്ദേഹം നൽകിയ ഉറപ്പ് അദ്ദേഹം നിറവേറ്റി. അതാണ് PM മോഡി ഫുൾഫിൽസ് ഹിസ് ഗ്യാരണ്ടീസ് എന്നാണ് പറയുന്നത്. വീണ്ടും വാർത്തകളിലേക്ക് വരാം. ഇതിൽ മത്തായി ചാക്കോ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്. കുറെ കാലം മുമ്പ് പച്ചക്കറി നല്ലതായിരുന്നു, എന്നാൽ ഇപ്പോൾ അധികം വിഷം കഴുകി കളയണമെന്ന്. അതെ, ഹോട്ടൽ കേറ്ററിംഗ് ഇത് ചെയ്യുന്നുണ്ടോ സംശയമാണല്ലേ. നമ്മൾ ഹോട്ടലുകളിൽ കയറിയാൽ ഈ പച്ചക്കറിയൊക്കെ അവർ കൃത്യമായി കഴുകുന്നുണ്ടോ ഇതൊന്നും അറിയില്ല. പക്ഷേ എല്ലാ ഹോട്ടലുകാരുടെയും കാര്യം അറിയില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ, മദേഴ്സ് ബെസ്റ്റ് പ്ലസ്. ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് ചില പ്രത്യേക കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുന്ന ഈ പച്ചക്കറികളുണ്ട്. നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയും. പക്ഷേ പച്ചക്കറികൾ വേറെ കിട്ടാനില്ലാത്ത അവസ്ഥയുമുണ്ട്. അപ്പോൾ അവർ ഓസോൺ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പച്ചക്കറി കഴുകുന്ന മെഷീൻ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയ തരത്തിലുള്ള ചില ഹോട്ടലുകളിലെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരത് ചെയ്യുന്നുണ്ട്. അതല്ലാത്ത ഹോട്ടലുകളെക്കുറിച്ച്, എല്ലാ ഹോട്ടലുകളെക്കുറിച്ചും നമുക്കത് അറിയില്ല. ഏതായാലും വ്യക്തമായി അന്വേഷിച്ച് ആലോചിച്ചും കണ്ടുപിടിച്ചും ഒക്കെ മാത്രം ഓണസദ്യയൊക്കെ ഓർഡർ ചെയ്യുക. അതെ, യാത്ര പോകുമ്പോൾ സ്ഥിരമായി കയറാൻ പറ്റുന്ന ഹോട്ടൽ ചിലരെ കുറിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ ഒരിക്കൽ ഉത്തരമുരളിയുടെ തുടക്കത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ വന്നിരിക്കുന്നു. PV അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 5 കാര്യങ്ങളിലാണ് അന്വേഷണം നടത്താൻ DGP ശുപാർശ നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസും പ്രധാൻ വധവും പൂരം അലങ്കോലമാക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. DGP നേരിട്ട് മൊഴി രേഖപ്പെടുത്തുമെന്നൊക്കെയും അറിയുന്നു. ശാലിനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശാലിനി, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഈ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ശുപാർശയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? DGP എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ചോദിക്കും? വീണ, തുടക്കം മുതൽ PV അൻവർ NVLA ആരോപിക്കുന്ന ഒരു പേര് MR അജിത് കുമാറിന്റേതാണ്. MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ, ചില നിർണായകമായിട്ടുള്ള കേസുകളിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം കൃത്യമായി വരണം. ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടക്കണമെന്നൊക്കെയാണ് PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളിലാണ് DGPയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുമുള്ളത്. ഈ അന്വേഷണ സംഘം ADGPയുടെ മൊഴിയടക്കം രേഖപ്പെടുത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു അന്വേഷണത്തിന് കൂടി സേനയിൽ കോപ്പുകൂട്ടുന്നത് അല്ലെങ്കിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശാനുസരണം വിജിലൻസ് കൂടിയായിരിക്കും ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ DGP നൽകി കഴിഞ്ഞു. പ്രധാനമായും 5 കാര്യങ്ങളിലായിരിക്കും ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക. ഒന്ന്, അനധികൃതമായ സ്വത്ത് സമ്പാദനം. അത് ബന്ധുക്കളുടെ അടക്കം പേരുകളിൽ ബിനാമി സ്വത്ത് സമ്പാദനം MR അജിത് കുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു PV അൻവർ ഉന്നയിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കൂടാതെ റിധാൻ വധം അടക്കമുള്ള കേസുകളിൽ MR അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട്, സോളാർ കേസിൽ MR അജിത് കുമാർ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ PV അൻവർ MLAയുടെ ഭാഗത്ത് നിന്നുണ്ട്. സ്വാഭാവികമായും ഇക്കാര്യങ്ങളിലും വിജിലൻസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളതാണ് ഈ ശുപാർശയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ചില ഇടപെടലുകൾ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGPയാണ്. അദ്ദേഹം അത്തരത്തിലൊരു വഴിവിട്ട ഇടപാട് ഈ ഒരു വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിലടക്കം ഒരു വ്യക്തത വരുത്താനാണ് മറ്റൊരു അന്വേഷണം നടക്കുന്നത്. ശബരിമലയിലെ ചില ഇടപെടലുകൾ, ശബരിമല സീസൺ അടുത്ത സമയത്ത് ചില ഇഷ്ടക്കാരെ തിരികെ കയറ്റാനും തന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതടക്കമുള്ള കാര്യങ്ങളിലും ADGPക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതടക്കമുള്ള പരാമർശങ്ങളിലും അന്വേഷണം നടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ 5 കാര്യങ്ങളിൽ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം DGPയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. DGPയുടെ ശുപാർശ വിജിലൻസ് മേധാവിക്ക് നൽകും. അതിന് പിന്നാലെയായിരിക്കും വിജിലൻസ് ഈ കേസ് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക കുറ്റകൃത്യം അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണങ്ങൾ ആയതിനാൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് അത് അന്വേഷിക്കാൻ പറ്റില്ല. സ്വാഭാവികമായി അത് വിജിലൻസിന്റെ പരിധിയിലാണ് വരുന്നത്. ഉയർന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ മറുഭാഗത്ത് ഇത്തരത്തിലുള്ള ശുപാർശകൾ, അന്വേഷണവും ഒക്കെ തന്നെ നടക്കുകയും ചെയ്യുകയാണ്. വീണ, അതെ, നമ്മുടെ പ്രേക്ഷകൻ രാജേഷ് P പറയുന്ന ഒന്നും നടക്കില്ല, എല്ലാ AKG നടക്കുന്ന ചർച്ച പോലെ ഒരു കുന്തോ നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്.
അല്ല, ഈ രാജേഷ് പറയുന്നതിലും കാര്യമുണ്ട്. ഈ ചർച്ചകൾ മാത്രമേ ഉള്ളൂ, നടപടിയൊന്നുമില്ല. ഇത്രയും വിവാദമായിട്ടും ADGPക്കെതിരെ ഒരു നടപടിയുമില്ല, അന്വേഷണം മാത്രമേ ഉള്ളൂ. ഇത് UDF ആയിരുന്നു ഇവിടെ ഭരിക്കുന്നെങ്കിൽ എന്തായിരുന്നു അല്ലേ പുകില്. ഓക്കെ. അതേസമയം ശാലിയോട് ചോദിക്കാൻ ഒരു കാര്യം കൂടിയുണ്ട് നമുക്ക്. ഓണക്കാലത്തും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് KSRTCയിൽ സമരം വരുന്നു എന്നുള്ളതാണ്. ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭരണാനുകൂല സംഘടനകളും സമരം പ്രഖ്യാപിച്ചു. AITUസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടക്കും. BMSന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുന്നുണ്ട്. ശാലിനി, ഇപ്പോൾ കടുത്ത സമരം ഈ ഓണക്കാലത്ത് എപ്പോഴും ഉണ്ടാകും. ഓണക്കാലം മാത്രമല്ല, KSRTCക്ക് ഒരു കാലത്തും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ KSRTCയിലെ ജീവനക്കാരും PSC പരീക്ഷ എഴുതി കയറുന്നവരാണ്. ബാക്കി സർക്കാർ സ്ഥാപനങ്ങൾ പോലെയാണ്. നമുക്ക് എന്തോ ഒരു രണ്ടാംകിട പൗരന്മാരെ പോലെയാണ്. അവർക്ക് മാത്രം ശമ്പളമില്ല, ബാക്കി എല്ലാവർക്കും കൃത്യമായി കിട്ടും. വളരെ ഓണക്കാലത്ത് പട്ടിണി സമരം ഇത്തവണയെങ്കിലും ഇല്ലാതിരിക്കുമോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണയും സമരത്തിലേക്ക് പോകുന്ന ആളുകളെ തന്നെയാണ് കാണുന്നത്. കാരണം അവർക്ക് മാത്രം അവർ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ. ശാലിനി, എന്താണ് വിവരങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇനി ഓണത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പൂരാടപ്പാച്ചിലൊക്കെയാണ് സംസ്ഥാനം കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് KSRTCയിൽ ഒരു വിഭാഗം ഇത്തരത്തിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. 12-ാം തീയതി ആയിരിക്കുകയാണ് ഈ മാസത്തിൽ. അപ്പോൾ ഇതുവരെയും KSRTCയിലെ പല വിഭാഗങ്ങൾക്കും ശമ്പളം കൃത്യമായി എത്തിയിട്ടില്ല എന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. ആരോപണം മാത്രമല്ല, അത് കൃത്യമായ തെളിവുകൾ അടക്കമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഓണക്കാലത്തും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ KSRTCയിലെ വിവിധ യൂണിയനുകൾ തീരുമാനിച്ചിട്ടുള്ളത്. AITUസിയുടെ നേതൃത്വത്തിലാണ് ജീവനക്കാർ ഇന്ന് ചീഫ് ഓഫീസിന് മുൻപിൽ, കിഴക്കേക്കോട്ടയിലെ KSRTCയുടെ ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ഇരിക്കാൻ പോകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ BMSന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും നടക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വരും മണിക്കൂറുകൾ സംസ്ഥാനവും തലസ്ഥാന ജില്ലയും കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. എല്ലാ കാലത്തും എല്ലാ മാസവും ഉള്ളതാണ്. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് തന്നെ ഇവരുടെ ശമ്പളം, പെൻഷൻ അടക്കമുള്ളവ നൽകി തീർക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കം വന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് 12-ാം തീയതി ആയിട്ടും ഈ ഓണക്കാലത്ത് ശമ്പളം നൽകാത്തതിനെതിരെയാണ് ഇത്തരത്തിലൊരു കടുത്ത പ്രതിഷേധത്തിലേക്ക് വിവിധ യൂണിയനുകൾ KSRTCയിൽ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ട്രിപ്പുകൾ അടക്കം മുടക്കിക്കൊണ്ട് പ്രതിഷേധത്തിലേക്ക് ജീവനക്കാർ കടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയാണ് തെളിയുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. ഒട്ടനവധി യാത്രകളും ഒപ്പം തന്നെ സർവീസുകളും നടത്തേണ്ട, വരുമാനം ഉണ്ടാക്കേണ്ട ഒരു സമയത്ത് ഇത്തരത്തിൽ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ മാറ്റി നിർത്തുക ശരിയല്ല എന്നുള്ളതാണ് BMS അടക്കം ഉന്നയിച്ചിട്ടുമുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരം കടക്കാൻ പോകുന്നത്. എന്തായാലും ചർച്ചയടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. എന്തായാലും ശമ്പളവും പെൻഷൻ ലഭ്യമാക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് AITUസിയും ഒപ്പം തന്നെ BMSഉം എത്തിയിട്ടുള്ളത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഇരു വിഭാഗങ്ങളുടെയും പ്രതിഷേധ മാർച്ചുകളും ഒപ്പം തന്നെ പ്രതിഷേധ ധർണയും അടക്കമുള്ളവ ആരംഭിക്കുകയും ചെയ്യും. വേണം തീർച്ചയായും KSRTCക്കാർ സമരത്തിലേക്ക് പോവുകയാണ്. സമരം ഓണക്കാലത്തും സമരം ചെയ്യേണ്ട അവസ്ഥ, ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ട അവസ്ഥ. നാട്ടുകാരെ എല്ലാം ബസ്സിൽ കയറ്റി യാത്രയാക്കുന്ന, രാവും പകലും ഒക്കെ ജോലി ചെയ്യുന്ന പാവം പിടിച്ച ജീവനക്കാർക്ക് ശമ്പളമില്ല. KP ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ പറഞ്ഞത് ഇതിനൊക്കെ ഒരു പരിഹാരം വരുമെന്നാണ്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതെ, ഇത് മാത്രമല്ല ഈ ഓണക്കാലത്തും അവരുടെ അവസ്ഥ കഷ്ടം എന്നേ പറയേണ്ടു. അപ്പോൾ ഈ കാലം മുന്നിൽ കണ്ട് നേരത്തെയെങ്കിലും ഇത് സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആലോചിക്കുന്നു? കടമെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കുന്നു, അവർ കടം കൊടുക്കുന്നില്ല. നേരത്തെ എടുത്ത പൈസ കടം കൊടുക്കാനുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഗംഭീരമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴാണ് KSRTC പൊതുമേഖലാ സ്ഥാപനം നടത്താൻ വയ്യാത്ത അവസ്ഥ വരുന്നത്. അതും കൂടി അദാനിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നു പോയതിനെ. ഇത് മാറി മാറി ആരെയൊക്കെ കൊണ്ടുവന്നാലും ഈ അവസ്ഥ എന്തുകൊണ്ട് KSRTCയിൽ തുടരുന്നു എന്ന് ചോദിച്ചാൽ KSRTC ഈ തരത്തിലാക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഭരണാനുകൂല സംഘടനകൾ പോലും അതുകൊണ്ടാണല്ലോ സമരത്തിലേക്ക് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആരാണ് KSRTCയെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് കാണേണ്ടത്. പക്ഷേ KSRTCയെ ആശ്രയിക്കുന്ന ഒട്ടനവധി ജീവനക്കാർ ഇപ്പോഴും ഉണ്ട്, കുടുംബങ്ങളുണ്ട്. അത് പൊതുജനങ്ങളും നന്നായി ഉപയോഗിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനം തന്നെയാണ്. പക്ഷേ ഏതായാലും നമുക്ക് എല്ലാ കാലവും KSRTC ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഓണക്കാലത്തെ മറ്റൊരു പുത്തൻപുലരിക്ക് കൂടി ഇന്ന് അവസാന നിമിഷത്തിലേക്ക് പോകുന്നു. ഓണാഘോഷമുണ്ട്. ഞങ്ങളുടെ ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ എത്തിക്കുന്നുണ്ടാകും. ഈ പ്രേക്ഷകർക്കും ഓണദൃശ്യങ്ങൾ ജനം ടി വിയിലേക്ക് അയക്കാം. നമ്മളൊരു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ
ആ നമ്പറിലേക്ക് അയച്ചാൽ നല്ല ദൃശ്യങ്ങൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുമിച്ച് നമുക്ക് ഒന്നിച്ച് ഓണം ആഘോഷിക്കാം. എന്തായാലും ഇത്രയും നേരം പുത്തൻപുലരി കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. ഇന്നെന്താ പറയണ്ടേ? മൂലം ആശംസ. ഇന്നത്തെ ദിവസത്തിലെ ആശംസകൾ. ഏതായാലും ഓണാശംസകൾ നമുക്ക് പൊതുവെ പറയാം. കാരണം എല്ലാം ആഘോഷങ്ങളും തുടങ്ങിയായി. ഇന്നു മുതൽ എല്ലായിടത്തും ആഘോഷങ്ങൾ തുടങ്ങുക തന്നെയാണ്. പുത്തൻപുലരിയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. പക്ഷേ ജനം ടി വിക്കൊപ്പം തുടരുക. ഓണ വിശേഷങ്ങളുണ്ട്, മറ്റു വാർത്തകളും ഉണ്ട്. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്തേ. നമസ്തേ.